ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഫസ്റ്റ് ന്യൂസ് ഇന്ന് ഒരു പെർട്ടിക്കുലർ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ദിവസമാണ്. ഇന്ന് കാർഗിൽ വിജയ് ദിവസമാണ്, ജൂലൈ 26. കാർഗിൽ വാറിൽ ഇന്ത്യ ജയിച്ചതിന്റെ വിജയ ദിവസമായിട്ട് 26ാമത് വിജയ ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. കഴിഞ്ഞ വർഷം 25 വർഷം നമ്മൾ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അതിഗംഭീരമായിട്ടുള്ള ആഘോഷങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്നു. സോ 26ാമത് കാർഗിൽ വിജയ് ദിവസത്തിലേക്ക് വരുമ്പോൾ അതിനെ പറ്റിയുള്ള ഡിസ്കഷൻ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. എന്താണ് ഈ കാർഗിൽ യുദ്ധം അല്ലെങ്കിൽ കാർഗിൽ വാർ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ദെൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാർ സംഭവിച്ചത്, ദെൻ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും റീതിങ്ക് ചെയ്യേണ്ട സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് കൂടി നമ്മൾ നോക്കണം. സോ 3 കാര്യങ്ങളാണ് എങ്ങനെയാണ് ഈ വാർ ഉണ്ടായത്. എവിടെയാണ് കാർഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാർഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, കാർഗിൽ മലനിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തി പങ്കിടുന്ന ലൈൻ ഓഫ് കൺട്രോളിൽ വരുന്ന അല്ലെങ്കിൽ ലൈൻ ഓഫ് കൺട്രോളിനോട് അടുത്ത് കിടക്കുന്ന മലനിരകളാണ് ഈ കാർഗിൽ മലനിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാർഗിൽ വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ വാറാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാർഗിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒറ്റ വാറാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാർഗിലും അതിനോട് സമീപത്തുള്ള 1, 2, 3 മലനിരകളുണ്ട്. ആ മലനിര ഇപ്പോൾ ടൈഗർ ഹിൽ ആണെങ്കിലും അല്ലെങ്കിൽ 0.4875 എന്നൊക്കെ പറയുന്ന ചില ഹില്ലുകളുണ്ട് അവിടെ. സോ ഇങ്ങനെയുള്ള ഹില്ലുകളിൽ പാകിസ്ഥാൻ ആർമി അവിടെ നിലയുറപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു വാറിന്റെ തുടക്കം. സോ എന്തിനു വേണ്ടിയിട്ടാണ് അവര് ഈ കാർഗിൽ എന്ന് പറയുന്ന മേഖലയിൽ നിലയുറപ്പിക്കാൻ തുടങ്ങിയത് നമുക്ക് നോക്കാം. സംഭവങ്ങളുടെ തുടക്കം ആരംഭിക്കുന്നത് 1998-ലാണ്. 98 വാജ്പേയി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നു. ഇന്ത്യയുടെ ധീരനായിട്ടുള്ള പ്രധാനമന്ത്രികളിൽ ഒരാളായിട്ടുള്ള വാജ്പേയി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നു. ഇന്ത്യ ന്യൂക്ലിയർ പവറായി അല്ലെങ്കിൽ രണ്ടാമതൊരു ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തി. സോ ദാറ്റ് ക്രിയേറ്റ്സ് എ പ്രോബ്ലം. ഇതിന് തിരിച്ചടിയായിട്ട് പാകിസ്ഥാനും എന്ത് ചെയ്തു? പാകിസ്ഥാനും ഒരു ന്യൂക്ലിയർ പരീക്ഷണം നടത്തി. സോ 2 മേജർ ന്യൂക്ലിയർ കൺട്രീസ് അടുത്തടുത്ത് നിൽക്കുകയാണ്. സോ ന്യൂക്ലിയർ പവേഴ്സ് ആണല്ലോ രണ്ടുപേരും. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. ഓക്കെ, ദെൻ 1998 തന്നെ വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ബൈലാറ്ററൽ റിലേഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ മിനിസ്റ്റീരിയൽ ഡയലോഗുകളും ഈവൻ പ്രൈം മിനിസ്റ്റർ നേരിട്ട് വാഗാ ബോർഡർ സന്ദർശിക്കുകയും ചെയ്തു. വാഗാ ബോർഡർ സന്ദർശിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം ധീരമായിട്ട് അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ആളുകളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടത്തി. ഇത്രയും നാള് നമ്മൾ പലവിധ പ്രശ്നങ്ങളിലായിരുന്നു അല്ലെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് കുറച്ചേരം സൗഹൃദം പങ്കിടാം എന്നൊക്കെയുള്ള ഭാഷകളും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ പ്രസംഗിക്കുക കൂടി ചെയ്തു. സോ ലോകപത്രങ്ങൾ അതിനെ വാഴ്ത്തിയത് മഞ്ഞുരുകി തുടങ്ങി, അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മഞ്ഞ് ഉരുകി തുടങ്ങി എന്നുള്ളൊരു രീതിയിലായിരുന്നു. എന്നാൽ ഈ സമയത്ത് തന്നെ പാകിസ്ഥാൻ പട്ടാളം കാർഗിൽ അധിനിവേശം ചെയ്യാനായിട്ടുള്ള ഒരു പദ്ധതി സ്വരുക്കൂട്ടിയിട്ടുണ്ടായിരുന്നു. കാർഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഏറ്റവും ഉയരം കൂടിയ മലനിരകളിൽ ഒന്നാണ്. അതായത് ലേയിനെയും ജമ്മു കാശ്മീരിനെയും കണക്ട് ചെയ്യുന്ന ഹൈവേയോട്, അതായത് ഈ വൈറ്റ് ലൈൻ കണ്ടോ, ലേയിനെയും ജമ്മു കാശ്മീരിനെയും കണക്ട് ചെയ്യുന്ന ഹൈവേ ആണ് ഈ പറയുന്ന ഹൈവേ. സോ ഈ ഹൈവേയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഉയരം കൂടിയ പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ കാർഗിൽ മലനിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ആ കാർഗിൽ ഒക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ, പാകിസ്ഥാന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഹൈവേ ബ്ലോക്ക് ചെയ്യാം. ഹൈവേ കൂടിയിട്ട് ഒരു വണ്ടി പോലും പോകാത്ത രീതിയിൽ അവർക്ക് വേണമെങ്കിൽ അവരുടെ ബുള്ളറ്റ് പോയിന്റിൽ നിർത്താനായിട്ട് പറ്റും. സോ ദാറ്റ് ക്രിയേറ്റ്സ് എ പ്രോബ്ലം. അതുകൊണ്ടാണ് അവര് എന്ത് ചെയ്യാൻ തുടങ്ങിയത്? ഈ കാർഗിൽ മലനിരകള് അറ്റാക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കാർഗിൽ മലനിരകള് പിടിച്ചടക്കാനായിട്ട് ശ്രമിച്ചത്. ഓക്കെ, സോ കാർഗിൽ മലനിരകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ബോർഡറിലാണ് നിൽക്കുന്നത്. സോ കാർഗിൽ മലനിരയുടെ അപ്പുറത്തെ വശം ആരാണ് ഹോൾഡ് ചെയ്യുന്നത്? അപ്പുറത്തെ വാലി ആക്ച്വലി പാകിസ്ഥാനാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പുറത്തെ വാലി ആരാ കൺട്രോൾ ചെയ്യുന്നത്? ഇപ്പുറത്തെ വാലി നമ്മളുടെ ഇന്ത്യൻ സൈന്യമാണ് കൺട്രോൾ ചെയ്യുന്നത്. അവിടെ ഒരു അലിഖിത നിയമമുണ്ട്. അതായത് കാർഗിൽ മലമേഖലകളിൽ മഞ്ഞ് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ 2 പട്ടാളക്കാരും, പാകിസ്ഥാന്റെ പട്ടാളക്കാരും കാർഗിലിലെ പട്ടാളക്കാരും എന്ത് ചെയ്യണം? തിരിച്ച് അവരവരുടെ ബേസ് ക്യാമ്പുകളിലേക്ക് പോയിക്കൊള്ളണം. അവിടെ ചെറിയ ചെറിയ പോസ്റ്റുകൾ ഉണ്ടാവും, ബങ്കറുകൾ ഉണ്ടാവും.
അങ്ങനെയുള്ള സ്ഥലങ്ങൾ അവിടെ ഉണ്ടാവും കാർഗിൽ മേഖലകളിൽ. പാകിസ്ഥാന്റെയും ഉണ്ട്, നമ്മളുടെ ഇന്ത്യയുടെയും ഉണ്ട്. സോ മഞ്ഞ് വീഴുന്ന ഒരു സമയം തുടങ്ങി കഴിഞ്ഞാൽ, മഞ്ഞ് വീഴുന്ന ശൈത്യകാലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ പട്ടാളക്കാരും ഇന്ത്യൻ പട്ടാളക്കാരും തിരിച്ച് അവരുടെ ബേസ് ക്യാമ്പുകളിലേക്ക് പൊക്കോളണം. ഓക്കെ, ഇതാണ് അവിടെ അലിഖിതമായിട്ട് കാലാകാലങ്ങളായി തുടർന്നു വരുന്ന ഒരു നിയമം ഉണ്ടായിരുന്നത്. സോ അതുപോലെ മഞ്ഞുകാലമായപ്പോ, ശൈത്യകാലമായപ്പോ ഇന്ത്യൻ പട്ടാളക്കാരും പാകിസ്ഥാൻ പട്ടാളക്കാരും തിരിച്ച് അവരവരുടെ ബേസ് ക്യാമ്പുകളിലേക്ക് പോയി. ദെൻ സംഭവങ്ങളുടെ ഒരു തുടക്കം നടക്കുന്നത് ഒരു മെയ്യോട് കൂടിയിട്ടാണ്. മെയ് ജൂൺ കാലഘട്ടങ്ങളിലാണ് ഈ ഒരു യുദ്ധം ഏറ്റവും മൂർച്ഛിച്ചത്. മെയ്യില് അവിടെ ഈ ശൈത്യകാലം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ച് നമ്മളുടെ ബങ്കറുകളെല്ലാം വാസയോഗ്യമായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഒരു പട്ടാളക്കൂട്ടം, ഒരു 6 പേരടങ്ങുന്ന ഇന്ത്യൻ പട്ടാള സംഘം അങ്ങടേക്ക് പോവുകയുണ്ടായി. എങ്ങടേക്ക്? കാർഗിൽ മേഖലയിലേക്ക്. അവര് ഒരു 6 പേര് ക്യാപ്റ്റൻ സൗരഭ് ഖാലിയ എന്ന് പറയുന്ന ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ, ക്യാപ്റ്റൻ സൗരഭ് ഖാലിയയുടെ നേതൃത്വത്തിൽ എങ്ങടേക്ക് പോയി? ഈ കാർഗിൽ മേഖലയിലേക്ക് പോയി. സോ ആ സമയത്ത് അവിടെ ഒക്യുപ്പൈ ചെയ്തിരുന്നു ആര്? പാകിസ്ഥാൻ ആർമി അവിടെ ഒക്യുപ്പൈ ചെയ്തിരുന്നു. ഈ സൗരഭ് ഖാലിയെ അടക്കമുള്ളവരെ അവര് ഇഞ്ചിഞ്ചായി കൊന്നു. ദെൻ അത് ഇവര് മൂടി വെക്കുകയും ചെയ്തു. സോ ഇറ്റ് ക്രിയേറ്റ്സ്, എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു ഇമോഷണൽ ബോണ്ടിങ് ആർക്കിടയിൽ വന്നു? ഇന്ത്യൻ പട്ടാള സൈന്യം. കാരണം നമ്മളിൽ ഒരുവനെ തൊട്ടു എന്നൊരു പോയിന്റ് അവർക്ക് വന്നു. സോ ഇറ്റ്സ്, നമ്മൾ ഇപ്പോ നമ്മളുടെ സൈനികരോട് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പട്ടാളക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടി ഇമോഷണലി ടച്ച് ചെയ്യുന്ന ഒരു വാർ എന്ന് പറയുന്നത് ഈ കാർഗിൽ വാറാണ്. കാർഗിൽ വിജയ് ദിവസമാണ് അവർ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ദിവസങ്ങൾ. അതായത് നമ്മളുടെ ആർമി ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ നമ്മളുടെ നേവി ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു ദിവസം ഈ കാർഗിൽ വിജയ് ദിവസവും 2 ദീപാവലിയുമാണ്. അത് 2 ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന 2 ദിവസങ്ങൾ. സോ അത് ഇമോഷണലി കണക്റ്റഡ് ആണ്. ഈ സൗരഭ് ഖാലിയ ആയിട്ടാണെങ്കിലും അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ആയിട്ടാണെങ്കിലും. സോ ഇദ്ദേഹത്തെ അവർ കൊന്നുകളഞ്ഞു, ബ്രൂട്ടലായിട്ട് കൊന്നുകളഞ്ഞു ഈ ടീമിനെ. ദെൻ എന്താ പറ്റിയേ? ദെൻ പിന്നീട് ഈ വാർ എസ്കലേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ഒരു വാറിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായത്. സോ കാർഗിൽ എന്ന് പറയുന്ന മലനിരകൾ, ഒരുപാട് മലനിരകളുണ്ട്. ഇപ്പോ ടൈഗർ ഹിൽസ്, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധം നടന്ന ഒരു സ്ഥലമാണ് ഈ ടൈഗർ ഹിൽ എന്ന് പറയുന്ന ഏരിയ. ഓക്കെ, അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഒരു 19 വയസ്സുകാരനായിട്ട് ഒരു പയ്യനുണ്ടായിരുന്നു, ഞാൻ പേര് മറന്നുപോയി. അദ്ദേഹം ആക്രമിച്ചുകൊണ്ടിരിക്കുക. അതായത് എലവേഷൻസ് ആര് ഒക്യുപ്പൈ ചെയ്തു? പാകിസ്ഥാൻ ഒക്യുപ്പൈ ചെയ്തു. മലയുടെ മുകളിൽ ആരാണ്? പാകിസ്ഥാനാണ്. സോ അവർക്ക് ഈ ഹൈറ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ആര് താഴെ നിന്ന് കയറി പോയി കഴിഞ്ഞാലും അവര് വെടിയുതിർക്കും. ഇന്ത്യൻ സൈന്യം പെട്ടുപോയൊരു ദിവസമാണ് അത്. കാരണം എങ്ങനെ മലയുടെ മുകളിലേക്ക് എത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കാണാൻ പറ്റും. ഇല്ലേ, നമ്മളൊരു മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ താഴെ നിന്ന് ആരൊക്കെ വരുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഇവര് ഉരുട്ടി താഴെ ഇടുക, അവരുടെ ആംസ് ആൻഡ് അമ്യൂണിഷൻസ് വെച്ചിട്ട് വെടിവെച്ചിടുക, ഇങ്ങനെയുള്ള പരിപാടികളായിരുന്നു ഇവർ മൊത്തം പാകിസ്ഥാൻ പട്ടാളം ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇതിന് നമ്മളുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ നിന്നിട്ട് ഷെല്ലാക്രമണങ്ങൾ നടത്തും. ഫസ്റ്റ് ഫയർ ഷെല്ലാക്രമണങ്ങളായിരിക്കും. ദെൻ കുറച്ച് സൈനികര് ഇതിന്റെ ഇടയിൽ കൂടി നുഴഞ്ഞു കയറാനായിട്ട് നോക്കും. അപ്പോഴേക്കും ഇവർ മുകളിൽ നിന്ന് കാണും, ഇവർ വെടിയെടുക്കും, ഉതിർക്കും. ഇങ്ങനെയായിരുന്നു കുറച്ച് നാളായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ ടൈഗർ ഹില്ല് നമ്മൾ പിടിച്ചെടുത്തു. 19 വയസ്സുള്ള ഒരു യോഗേന്ദ്ര സിംഗ് യാദവ് എന്ന് പറയുന്ന ഒരു സൈനികന്റെ നേതൃത്വത്തിലാണ് ഈ ടൈഗർ ഹില്ല് നമ്മൾ പിടിച്ചെടുക്കുന്നത്. 15ഓളം ബുള്ളറ്റുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് കിട്ടി. അതായത് ഒരു 8 പേരടങ്ങുന്ന സംഘമായിരുന്നു. മുകളിൽ നിന്ന് തിരിച്ചു വരുന്നതിനിടയിൽ, അതായത് മുകളിലേക്ക് കയറിപ്പോയി സൈന്യം കാണുന്നു, പാകിസ്ഥാൻ സൈന്യം കണ്ടു ഇവരൊരു 8 പേര് മാത്രമേ ഉള്ളൂ എന്ന് കണ്ടപ്പോഴേക്കും അവരെല്ലാവരും കൂടി ഇറങ്ങി വരികയും ഇവരെ എല്ലാവരെയും വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. പക്ഷേ ഈ യോഗേന്ദ്ര സിംഗ് യാദവ് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഗ്രനേഡ് ഉണ്ടായിരുന്നു. ഗ്രനേഡ് എടുത്തിട്ട് അദ്ദേഹം ഒരു പാകിസ്ഥാൻ പട്ടാളക്കാരൻ നേരെ എറിയുകയും ദെൻ പകുതി ചത്തശ്വാസത്തിൽ, അതായത് 15 ബുള്ളറ്റുകളോളം അദ്ദേഹത്തിന്റെ കാലിലും കയ്യിലും കൊള്ളുകയും അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ട് താഴെ ബങ്കറിലേക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഒരു വാറിന്റെ ഗതി തന്നെ മാറുന്നത്. ഈ യോഗേന്ദ്ര സിംഗ് യാദവിന്റെ ഒരു ഇടപെടലിലൂടെയാണ് ഈ ഒരു വാറിന്റെ ഗതി തന്നെ മാറുന്നത്. ദെൻ അവർക്ക് പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് നമ്മുടെ ബേസ്മെന്റ് അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ ഇദ്ദേഹം ചോർത്തിയെടുക്കുകയും ഇദ്ദേഹം അത് അവിടെ പറയുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ആ ബങ്കേഴ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബേസ്മെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ദെൻ നമ്മൾ തിരിച്ചടിക്കാനായിട്ട് തുടങ്ങി. ഇവൻ നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും തിരിച്ചടിക്കാനായിട്ട് തുടങ്ങി. ദെൻ അങ്ങനെയാണ് നമ്മൾ ഈ വാറ് വിജയിക്കുന്നത്. സോ ആർമിയുടെ ഓപ്പറേഷൻ എന്താണ്? ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ആണ്. ദെൻ എയർഫോഴ്സിന്റെ ഓപ്പറേഷൻ സഫേദ് സാഗർ എന്ന് പറയുന്ന ഓപ്പറേഷൻ ആയിരുന്നു. ദെൻ
നേവിയുടെ ആണെങ്കിലോ ഓപ്പറേഷൻ തൽവാർ. ഇങ്ങനെ 3 സൈമൾട്ടേനിയസ് ഓപ്പറേഷനുകളിലൂടെയാണ് നമ്മൾ ഈ കാർഗിൽ വിജയം വരിച്ചത്. സോ ജൂലൈ 26-നാണ് നമ്മൾ ഈ നമ്മളുടെ ടൈഗർ ഹിൽ അടക്കമുള്ള ദെൻ .4875 അടക്കമുള്ള ഹില്ലുകൾ പിടിച്ചെടുക്കുകയും യുദ്ധം നമ്മൾ ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് കാർഗിൽ യുദ്ധത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായല്ലോ? ഇനി മറക്കില്ലല്ലോ കാർഗിൽ യുദ്ധം എന്താണ്, എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നുള്ളതെല്ലാം. ബട്ട് ഈ കാർഗിൽ യുദ്ധ സമയത്ത് നമുക്ക് ചില വെളിപാടുകൾ ഉണ്ടായി. കാരണം എന്താണ്? നമുക്ക് ചില പ്രോബ്ലംസ് ഉണ്ട്. അതായത് നമ്മൾ ഇത്രയും സ്നേഹത്തോടു കൂടിയിട്ട് ആരോട് പെരുമാറി? പാകിസ്ഥാനോട് പെരുമാറി. ഇനി നമുക്ക് യുദ്ധമൊന്നും ചെയ്യേണ്ട, നമുക്ക് സൗഹൃദം കുറച്ചു നേരം സംസാരിക്കാം എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ഒരു അറ്റാക്കിന് ശ്രമിച്ചു. സോ ദാറ്റ് ക്രിയേറ്റ്സ് ആൻ ഇമോഷണൽ ഒരു അഫക്ഷൻ കൂടി നമുക്ക് ഇതിനെതിരായിട്ട് ഉണ്ടാവാൻ തുടങ്ങി. സോ അതൊരു പ്രോബ്ലം ആയിട്ട് മാറി. സോ നമുക്ക് ഇന്റലിജൻസിന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു ഹൈറ്റില്, അതായത് നമ്മളുടെ കാർഗിൽ മേഖലയിൽ സൈന്യം എത്തിയിട്ട് പോലും, പാകിസ്ഥാന്റെ സൈന്യം എത്തിയിട്ട് പോലും നമ്മളത് തിരിച്ചറിഞ്ഞില്ല. ദെൻ സ്ട്രക്ചറൽ ആയിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് ഇന്റലിജൻസ് റിലേറ്റഡ് ആയിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈവൻ പാകിസ്ഥാന്റെ ഹൈ വാല്യൂ അമ്യൂണിഷൻസ് ഉണ്ട്. അതായത് ഹെലികോപ്റ്ററുകളിൽ മാത്രം താഴേക്ക് എത്തിക്കാൻ പറ്റുന്ന ഹൈ വാല്യൂഡ് ആയിട്ടുള്ള അമ്യൂണിഷൻസുകൾ ഉണ്ട്. അതുവരെ ഈ കാർഗിൽ മേഖലയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സൈന്യങ്ങൾക്ക് 1 മാസത്തോളം ജീവിക്കാനായിട്ട് ആവശ്യമുള്ള അരി അടക്കമുള്ള സാധനങ്ങൾ, ഭക്ഷണം അടക്കമുള്ള സാധനങ്ങൾ അവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതൊരു സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു ഇൻവേഷൻ തന്നെയായിരുന്നു. അതിനെയാണ് നമ്മൾ തടഞ്ഞത്. ഓക്കെ, സോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സിവിൽ സർവീസുകാരൻ മെയിൻസ് പേഴ്സ്പെക്റ്റീവിൽ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്? അതായത് നമ്മളുടെ ഈ കാർഗിൽ വാർ അവസാനിച്ചതിന് ശേഷം ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. സോ കാർഗിൽ വാറിന് ശേഷം നമുക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. കാരണം നമ്മളുടെ ഇന്റലിജൻസ് അത്ര കാര്യമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളുടെ ആർമി ഉദ്യോഗസ്ഥന്മാരുടെ മനോധൈര്യം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വിജയം സാധ്യമാക്കിയത്. സോ നമ്മൾ ഇതൊന്ന് റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കെ സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ ഒരു കാർഗിൽ റിവ്യൂ കമ്മിറ്റി അല്ലെങ്കിൽ കാർഗിൽ റിവ്യൂ കമ്മിറ്റി നമ്മൾ ഫോം ചെയ്യുകയാണ്. എന്ന് കാർഗിൽ വാറിന് ശേഷം 2000-ലാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി ഫോം ചെയ്തത്. ഇദ്ദേഹം പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞത്. ഒന്ന്, സ്ട്രക്ചറൽ റീഫോംസ് നടത്തണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ കഥ മൊത്തം നിങ്ങൾ മറന്നുപോയി കഴിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ കാർഗിൽ റിഫോം കമ്മിറ്റിയുടെ 5 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് മെയിൻസ് ആൻസർ റൈറ്റിംഗുകളിൽ എഴുതേണ്ട കാര്യങ്ങളാണ്. സോ ഞാനതിനെ 5 സെക്ടറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 5 സെക്ടറിൽ ഒന്നും അല്ല അദ്ദേഹം പറഞ്ഞത്, പക്ഷേ നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ 5 സെക്ടറിൽ അതിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, സ്ട്രക്ചറൽ റീഫോംസ്. അതായത് നമ്മുടെ ഇന്ത്യൻ ആർമിക്കും നേവിക്കും സ്ട്രക്ചറൽ ആയിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെയാണ് സ്ട്രക്ചറൽ ആയിട്ടുള്ള പ്രശ്നം? ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സർവീസുകളാണ്. നേവി, ആർമി, എയർഫോഴ്സ് എന്ന് പറയുന്ന 3 സർവീസുകളാണ്. ഈ 3 സർവീസിനെയും കൂട്ടി ഇണക്കിക്കൊണ്ട് ഒരു ട്രൈം സർവീസ് അല്ലെങ്കിൽ തിയേറ്റർ കമാൻഡ് എന്ന് പറയുന്ന ഒരു സർവീസ് നമുക്കില്ല, ഉണ്ടായിരുന്നില്ല. അതിന് ഈ കാർഗിൽ റിവ്യൂ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനൊക്കെ ശേഷമാണ് എന്ത് വരുന്നേ, ഇങ്ങനെയുള്ള ഒരു ട്രൈ സർവീസ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ളൊരു ആലോചന നമ്മൾക്കിടയിൽ ഉണ്ടാവുന്നത്. 3 പരസ്പരം ഭിന്നമായിട്ടുള്ള സർവീസുകൾ ഉണ്ട്. ഇതിനെല്ലാം കൂടി ആലോചിച്ചില്ലെങ്കിൽ ഒരുമിച്ച് കോർപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സർവീസ് നമുക്കില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ദെൻ വേറൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് മിനിസ്ട്രിയെ ഹെഡ് ചെയ്തിരുന്നത് ആരാണ്? ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹത്തിന് താഴെയുള്ള പൊളിറ്റിക്കൽ പോസ്റ്റ് ആരുടെ ആയിരിക്കും, അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് പോസ്റ്റ് ആരുടെ ആയിരിക്കും? അത് ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഡിഫൻസ് സെക്രട്ടറിയുടെ പോസ്റ്റാണ് നമ്മളുടെ ബ്യൂറോക്രാറ്റിക്കിലെ ഏറ്റവും മുകളിലുള്ള പോസ്റ്റ് ഡിഫൻസ് മിനിസ്റ്ററിയിൽ. ഓക്കെ, സോ ദാറ്റ്സ് ക്രിയേറ്റ്സ് എ പ്രോബ്ലം. ബ്യൂറോക്രാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? സാധാരണ ഒരു UPSC എക്സാമിനേഷൻ എഴുതിയിട്ട് IAS പാസ്സായ ഒരു ടോപ്പ് മോസ്റ്റ് സിവിൽ സർവന്റ് ആയിരിക്കും. സോ അവർക്ക് എങ്ങനെയാണ് ഒരു ഡിഫൻസിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുകയും, കാരണം 3 വർഷത്തിന് ഡെപ്യൂട്ടേഷൻ വന്നിരിക്കുന്ന ഒരാളായിരിക്കാം, അവർക്ക് ഇതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞുകൊള്ളണം എന്നില്ല. സോ ദാറ്റ്സ് ക്രിയേറ്റ്സ് ആൻ അനദർ പ്രോബ്ലം. സോ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ 2 പ്രോബ്ലങ്ങൾ. ദെൻ വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ
ഡിഫൻസ് അഡ്വൈസർ അല്ലെങ്കിൽ നാഷണൽ ഡിഫൻസ് അഡ്വൈസർ എന്ന് പറഞ്ഞ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് നമുക്ക് അതുവരെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നിങ്ങൾക്കറിയാം ആരാണ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അജിത് ദോവലാണ് നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ NSA. സോ അതുവരെ അങ്ങനെ ഒരു പോസ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു ബ്യൂറോക്രാറ്റിക് ആളുകളായിരുന്നു അവിടെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ അതും ഒരു സ്ട്രക്ചറൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒന്നാമത് എന്താണ് സ്ട്രക്ചറൽ പ്രോബ്ലം. ദെൻ ഇന്റലിജൻസ് റിലേറ്റഡ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഇന്റലിജൻസ് ആൻഡ് ഇൻഫോർമേഷൻസ് റിഫോംസ്. ഒന്നാമത്തെ സ്ട്രക്ചറൽ റിഫോംസ്, ദെൻ ഇന്റലിജൻസ് റിഫോംസ്. ഇന്റലിജൻസ് റിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻവേഷൻ പാകിസ്ഥാൻ ആർമി നടത്തിയിട്ടും നമുക്കതിന്റെ ഇന്റലിജൻസ് ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഉണ്ട്, ഇന്റലിജൻസ് ബ്യൂറോ ഉണ്ട്, അങ്ങനെ പല പല വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരുടെ എല്ലാം കൂടി ഒരു ക്രോഡീകരിച്ച പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മൾ എന്ത് പറഞ്ഞു, ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഏജൻസി അല്ലെങ്കിൽ സെൻട്രൽ ഇന്റലിജൻസ് ഫ്ലോസിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഏജൻസി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇത് സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയല്ല, റോയുടെ ഇൻഫോർമേഷൻസ്, ദെൻ IBയുടെ ഇൻഫോർമേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ സംയോജിച്ചുകൊണ്ട് ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് വിങ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ദെൻ വേറെ എന്താ പ്രശ്നം, ഇന്റലിജൻസ് ഇവരുടെ എല്ലാം ഒരു ഒത്തൊരുമ നമുക്ക് വേണം. റോയുടെ ആണെങ്കിലും IBയുടെ ആണെങ്കിലും ഒരു ഒത്തൊരുമ നമുക്ക് വേണമെന്നും കൂടിയിട്ട് ആര് പറഞ്ഞു, നമ്മളുടെ K സുബ്രഹ്മണ്യൻ പറഞ്ഞു. ഏത് കമ്മിറ്റിയിലൂടെ, നമ്മളുടെ കാർഗിൽ റിവ്യൂ കമ്മിറ്റിയിലൂടെ. ദെൻ അടുത്ത കേസ് എന്താണ്, ടെക്നോളജിക്കൽ എൻഹാൻസ്മെന്റ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ റിഫോംസ്. ആദ്യം ഓപ്പറേഷണൽ റിഫോംസ് പറയാം. അതായത് ഓപ്പറേഷണൽ റിഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതുവരെ നിലനിന്നിരുന്ന ചില പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം കൃത്യമായിട്ട് ഡിഫൻസ് പ്രൊക്യൂർമെന്റുകൾ നടക്കുന്നില്ല. അതായത് ഡിഫൻസിന് ആവശ്യമായിട്ടുള്ള ആർംസും അമ്യൂണിഷൻസും കൃത്യമായിട്ട് പ്രൊക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ദെൻ വേറെ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ദെൻ കൃത്യമായിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ടുകൾ ഉണ്ടായിരുന്നില്ല അവർക്ക്, ആർക്ക്, നമ്മളുടെ ഈ യുദ്ധത്തിന് പോകുന്നവർക്ക് വേണ്ടിയിട്ട്. ദെൻ അത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇൻഡിജനൈസേഷൻ സാധ്യമാക്കാനായിട്ട് തയ്യാറായി. അതായത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക, ഇന്ത്യക്കാർക്ക് വേണ്ട കാര്യങ്ങൾ, ഈവൻ വെസ്റ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ, ഷീൽഡുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ ഇന്ത്യയിൽ നിർമ്മിക്കാനായിട്ട് തുടങ്ങി. ദെൻ പുതിയ പുതിയ യന്ത്ര ഉപകരണങ്ങൾ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിന് വേണ്ടിയിട്ട് യന്ത്ര ഉപകരണങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് തുടങ്ങി. മോഡേൺ വെപ്പണറീസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈവൻ S-400 താഡ്, ഈവൻ റഫേൽ വരെ വരുന്നതിന് ശേഷമാണ്. നമ്മൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ഏതൊക്കെയാണ് മുന്നേ ഉണ്ടായിരുന്നത്, അതായത് കാർഗിൽ ടൈമിൽ ഏതൊക്കെ ഉണ്ടായിരുന്നു, MiG-21 നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ദെൻ വേറെ എന്തുണ്ടായിരുന്നു, ജാഗൂർ നമ്മളുടെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ മെഷീൻസും അല്ലെങ്കിൽ അത്ര അതിപ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഈവൻ നമ്മൾ ബെസ്റ്റ് ആയിരുന്നു എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പോൾ റഷ്യ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ UK USA ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള മോഡേൺ എക്യുപ്മെന്റ്സ് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. നമ്മളുടെ പ്രധാനമായിട്ടും ഈ റഷ്യയുമായിട്ട് കമ്പയർ ചെയ്യുന്ന ചില യുദ്ധവിമാനങ്ങളും യുദ്ധക്കോപ്പുകളുമായിരുന്നു നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, സോ അതിനെല്ലാം മാറ്റം കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിച്ചു. സോ ഇങ്ങനെയുള്ള 4 കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സംസാരിച്ചത്. ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു, ഒന്നാമത്തെ കാര്യം നമ്മളുടെ സ്ട്രക്ചറൽ റീഫോംസ് ആണ്. സ്ട്രക്ചറൽ റീഫോംസിൽ എന്ത് പറഞ്ഞു, ട്രൈ സർവീസുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. 3 സർവീസിന്റെയും കോർപ്പറേഷൻ കൂടിയിട്ട് ഒരു ട്രൈ സർവീസ് അല്ലെങ്കിൽ തിയേറ്റർ സർവീസ്, തിയേറ്റർ കമാൻഡ് സർവീസ് എന്ന് പറയും, അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. ദെൻ വേറെ എന്താണ്, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. നമ്മളുടെ ആർമിയെ കൈകാര്യം ചെയ്തിരുന്ന ഏറ്റവും ബ്യൂറോക്രാറ്റിക് വലിയ പൊസിഷൻ ഏതായിരുന്നു, അതൊരു സെക്രട്ടറി ആണ്. IAS ലെവൽ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു സെക്രട്ടറി ആണ്. സോ അവർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. നമുക്ക് ആർമിയിൽ നിന്ന് തന്നെയുള്ള ഒരു അധ്യക്ഷൻ വേണം, അല്ലെങ്കിൽ ഒരു സെക്രട്ടറി റിലേറ്റഡ് ആയിട്ട് ടോപ്പ് മോസ്റ്റ് പൊസിഷൻ വേണം. അതിനെ എന്ത് വിളിച്ചു, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് നമ്മൾ വിളിച്ചു. ഓക്കെ, പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ ചെയ്തത് സ്ട്രക്ചറൽ റിഫോമിന് വേണ്ടിയിട്ട്, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ. പലപ്പോഴും ചോദിക്കാം, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്തത് ഏത് കമ്മിറ്റിയാണ്, കാർഗിൽ റിവ്യൂ കമ്മിറ്റിയാണ് ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്തത്. സോ അതിനുശേഷം പല കമ്മിറ്റികളും വന്നിട്ടുണ്ടായിരുന്നു, അവർ അത് അസേർട്ട് ചെയ്തു. ഓക്കെ, സോ അങ്ങനെയാണ് സ്ട്രക്ചറൽ റിഫോംസ് നമ്മൾ ചെയ്തത്. പിന്നെ നമ്മൾ എന്താണ് രണ്ടാമത്തെ, ഇന്റലിജൻസ് റിഫോംസ്. ചില പാളിച്ചകൾ നമുക്ക് ഇന്റലിജൻസിൽ ഉണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു, ഇന്റലിജൻസ് റിഫോമിന് വേണ്ടിയിട്ട് ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി നിർമ്മിക്കണം എന്ന് പറഞ്ഞു. ദെൻ റോയുടെയും റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെയും IBയുടെയും ഒക്കെ ഒരു കൂട്ടായ പ്രവർത്തനം നമുക്ക് ഇവിടെ വേണം. ഓക്കെ, ദെൻ വേറെ എന്താണ് നമ്മൾ ചെയ്തത്, ദെൻ ഓപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് മാറ്റാനായിട്ട്. ഈവൻ ഇങ്ങനെയുള്ള വലിയ വലിയ മലമേഖലകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ
നമുക്ക് കൃത്യമായിട്ടൊരു ആക്ഷൻ പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഓപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. ദെൻ ടെക്നോളജി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇൻഡിജിനൈസേഷൻ സാധ്യമാക്കാൻ പറഞ്ഞു. ദെൻ മോഡേൺ വെപ്പൺസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ സംശയമുള്ള ഒരു വാക്ക് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ കോൾഡ് സ്റ്റാർട്ട് ഡോക്ട്രൈൻ? കോൾഡ് സ്റ്റാർട്ട് ഡോക്ട്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിൽ നിങ്ങൾ കണ്ടപ്പോൾ ചിലപ്പോൾ നിന്ന് പോയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റോപ്പ് ആയി പോയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും ഈ കോൾഡ് സ്റ്റാർട്ട് ഡോക്ട്രൈൻ. കോൾഡ് സ്റ്റാർട്ട് ഡോക്ട്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ യുദ്ധങ്ങളിലേക്ക് അങ്ങോട്ട് പോകത്തില്ല. വിച്ച് മീൻസ് ഇന്ത്യക്കും നമ്മളുടെ പാകിസ്ഥാനും എന്തുണ്ട്, ന്യൂക്ലിയർ റിസോഴ്സസുകളുണ്ട്, ന്യൂക്ലിയർ ബോംബുകളുണ്ട്. സോ അത്രയും വലിയൊരു യുദ്ധത്തിലേക്ക് പോകില്ല. പക്ഷേ ചെറിയ ചെറിയ യുദ്ധങ്ങൾ വരുമ്പോൾ, ഇതുപോലെ കാർഗിൽ ആയിട്ടുള്ള യുദ്ധങ്ങൾ വരുമ്പോൾ, അങ്ങനെയുള്ള യുദ്ധങ്ങളിൽ ഒരു ആക്ഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ കോൾഡ് സ്റ്റാർട്ട് തിയറിയുടെ അല്ലെങ്കിൽ കോൾഡ് സ്റ്റാർട്ട് ഡോക്ട്രൈന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ചെറിയ ചെറിയ യുദ്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിനുള്ള ഒരു ആക്ഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കോൾഡ് സ്റ്റാർട്ട് ഡോക്ട്രൈന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? സോ ഇതാണ് നമുക്ക് ഇതിൽ പഠിക്കാനായിട്ടുള്ളത്. കാർഗിൽ റിവ്യൂ കമ്മിറ്റിയെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷനുകൾ, കെ സുബ്രഹ്മണ്യന്റെ റെക്കമെൻഡേഷനുകളാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നോക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു മാൻഗ്രൂവ്സ് എക്കോസിസ്റ്റം. മാൻഗ്രൂവ് ഫോറസ്റ്റുകൾ, കണ്ടൽ കാടുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് വേൾഡ് മാൻഗ്രൂവ് ഡേ കൂടിയാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ, ഇത് പെർട്ടിക്കുലർലി ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്നത് MS സ്വാമിനാഥന്റെ കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ് മാൻഗ്രൂവ് കൺസർവേഷൻ. MS സ്വാമിനാഥൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കൊല്ലം മരിച്ചുപോയ MS സ്വാമിനാഥൻ നമ്മളുടെ ഗ്രീൻ റവല്യൂഷന് വേണ്ടിയിട്ട് റൈസ് ടു മാൻഗ്രൂവ്സ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒബിച്വറി സമയത്ത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഒരു വാർത്ത പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒരുപാട് സ്ഥലങ്ങളിൽ ഇദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളാണ്. നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന ഒരു സന്ദർഭം അതാണ്, നമ്മളുടെ റൈസ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ഹൈ ഈൽഡ് വെറൈറ്റി സീഡുകളെ ഉൽപ്പാദിപ്പിക്കുവാനായിട്ടും അതിന്റെ പരിപോഷണത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഉള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു. എന്നാൽ അത് മാത്രമല്ല, നമ്മളുടെ ഈ മാൻഗ്രൂവ് കൺസർവേഷന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു റിസർച്ച് ഓർഗനൈസേഷൻ ഉണ്ട്, ഒരു നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ. സോ ഇങ്ങനെയുള്ള ഓർഗനൈസേഷനുകളൊക്കെ വഴി അദ്ദേഹം ഒരുപാട് സംഭാവനകൾ രാജ്യത്തിനും ലോകത്തിനും ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ പെർട്ടിക്കുലർലി നോക്കേണ്ടത് എന്താണ് മാൻഗ്രൂവ് എക്കോസിസ്റ്റം, അതെങ്ങനെയാണ് നമ്മളുടെ എക്കോളജിക്കും എൻവിറോൺമെന്റിനെയും ഹെൽപ്പ് ചെയ്യുന്നത്, ഇന്ത്യയിൽ എവിടെയൊക്കെയാണ്, നമ്മൾ ഇന്നലെ കോറൽ റീഫിന്റെ കാര്യം പഠിച്ചല്ലോ, അതുപോലെ തന്നെ ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് മാൻഗ്രൂവ് എക്കോസിസ്റ്റം വരുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കോറൽ റീഫുകൾ എവിടെയൊക്കെയാണ് ഇന്ത്യയിൽ കാണുന്നത്? ഒരു 4 സ്പേസ് പറഞ്ഞേ, മോളിൽ നിന്ന് തുടങ്ങാം. മോളിൽ എവിടെയാണ്? റൺ ഓഫ് കച്ച് ഏരിയയിലുണ്ട്. കോറൽ റീഫിന്റെ കാര്യം കണ്ടോ, ഇന്നലത്തെ ക്ലാസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, റിവിഷൻ ആണ്. കോറൽ റീഫ് എവിടെയാണ്? റൺ ഓഫ് കച്ചിലുണ്ട്, ഗൾഫ് ഓഫ് മാന്നാറിലുണ്ട്, പിന്നെ എവിടെയുണ്ട്? വേറെ എവിടെയെങ്കിലും പ്രധാനമായിട്ട്? ദെൻ പാക് ബേയിലുണ്ട് നമ്മളുടെ കോറൽ റീഫുകൾ, ലക്ഷദ്വീപ് ഐലൻഡ് ഉണ്ട്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡുകൾ ഉണ്ട്. ഇങ്ങനെയുള്ള 5 പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കോറൽ റീഫ്സ് ഇന്ത്യയിൽ കാണുന്നത്. ഓക്കെ ആണോ? സോ നമുക്ക് മാൻഗ്രൂവ്സിലേക്ക് ഡിസ്കഷൻ കൊണ്ടുപോകാം. മാൻഗ്രൂവ്സിലേക്ക് തിരിച്ചു വരാം. നമുക്ക് എന്താണ് മാൻഗ്രൂവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മാൻഗ്രൂവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കരയ്ക്കും കടലിനും അല്ലെങ്കിൽ ഒരു വെള്ളപ്രദേശം, അതായത് വെള്ളമുള്ള പ്രദേശത്തിനും കരയ്ക്കും ഇടയിലുള്ള ഒരു വെറ്റ് ലാൻഡ് ആണ് ഈ മാൻഗ്രൂവ് ഷേർപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് പ്രധാനമായിട്ടും ഒരു എക്കോ ടോൺ ആയിട്ട് ആക്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, സോയിൽ ഇറോഷൻ തടയുന്നതിന് വേണ്ടിയിട്ട്, ദെൻ ഈവൻ സുനാമിയെ വരെ റെസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മിഡിൽ മെൻ ആയിട്ട് ഇങ്ങനെയുള്ള മാൻഗ്രൂവ്സ് ആക്ട് ചെയ്യും. സോ ഇത് സോൾട്ട് ടോളറന്റ് ആയിട്ടുള്ള, അതായത് ഉപ്പിനെ പ്രതിരോധിക്കുന്ന വിധത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ചെടിയാണ്. സോ ഇറ്റ്സ് എ പ്ലാന്റ് ആണ് ആക്ച്വലി മാൻഗ്രൂവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ മനസ്സിലായല്ലോ എന്താണ് മാൻഗ്രൂവ്സ് എന്ന് പറഞ്ഞാൽ. നമുക്ക് എല്ലാവർക്കും അറിയാം, കണ്ടൽ കാടുകൾ, കണ്ണൂര്, കേരളത്തിന്റെ ആണെങ്കിൽ കണ്ണൂര് ഭാഗത്തും, ദെൻ എവിടെയാണ് വേമ്പനാട് കായലിനോട് ചേർന്നിട്ടും കൊല്ലം ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടൽ വനങ്ങളും കണ്ടൽ കാടുകളും കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇതിന് ചില പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സുകളുണ്ട്. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾട്ട് ടോളറൻസ് ആണ്. സോൾട്ട് ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പിനെ ഇത് ഫിൽട്ടർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ചില മാൻഗ്രൂവുകളിൽ ഉപ്പ് വെള്ളത്തിലാണ് നിൽക്കുന്നതെന്ന് അറിയാലോ. ഉപ്പ് വെള്ളത്തിൽ നിന്ന് കഴിയുമ്പോൾ ഇത് ഉപ്പ് വലിച്ചെടുത്ത് ഇലകളിലൂടെ ഉപ്പ് ഫിൽട്ടർ ചെയ്ത് തരും. സോ സോൾട്ട് ടോളറൻസ് ഉള്ള
ചെടികളാണ് അല്ലെങ്കിൽ പ്ലാന്റുകളാണ് ഈ മാൻഗ്രൂവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ന്യൂമാനോട്രോപ്സ്, അതായത് ഇതിന്റെ റൂട്ടുകൾക്ക് ഇതിന്റെ ചില റൂട്ടുകൾക്ക് ഞാൻ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ കണ്ടോ, ഇതിന്റെ ചില റൂട്ടുകൾക്ക് ശ്വസിക്കാനായിട്ടുള്ള കെൽപ്പുകളുണ്ട്. അങ്ങനെയുള്ളതിനെ പറയുന്ന പേരാണ് ന്യൂമാനോട്രോപ്സ്. ദെൻ മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സീഡുകള് വിവിപാരി ടെക്നോളജിയാണ്. വിവിപാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തണ്ടിൽ നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഇത് ജെർമിനേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് സാധാരണ എങ്ങനെയാണ് ഒരു സീഡ് വരുന്നത്, മണ്ണിൽ വീണിട്ടാണ് മുട്ട് മുളയ്ക്കുന്നത്. ഇത് തണ്ടില് ഈ സീഡ് നിൽക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇത് ജെർമിനേറ്റ് ചെയ്യാൻ, വിച്ച് മീൻസ് ഇത് മുട്ടിടാനായിട്ടും മുളയ്ക്കാനായിട്ടും തുടങ്ങും. ദെൻ ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ, അതായത് മുളച്ച് ഒന്ന് വലുതായി കഴിയുമ്പോൾ മാത്രമാണ് ഇത് നിലത്തേക്ക് വീഴുന്നത്. അങ്ങനെയുള്ള ടെക്നോളജിനെ പറയുന്ന പേരാണ് വിവിപാരി ടെക്നോളജി അല്ലെങ്കിൽ വിവിപാരി മെത്തേഡ് എന്ന് പറയും. സോ ഇവിടെ നോക്കി, ഇങ്ങനെ ഒരു റൂട്ട് ആയിരിക്കും, ഇങ്ങനെ ഒരു സീഡ് ആയിരിക്കും, റൂട്ടല്ല, ഇങ്ങനെ ഒരു സീഡ് ആയിരിക്കും ഇതിനുണ്ടാവുക. സോ സീഡിന്റെ ഉള്ളിൽ നിന്ന് മുള സ്റ്റെമ്മിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പുറത്തേക്ക് വരും. ഓക്കെ, റെഡ് മാൻഗ്രൂവ്സ് എന്ന് പറയുന്ന ഒരു മാൻഗ്രൂവുകളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. സോ ഇതിന് വിവിപാരി ടെക്നോളജി വഴിയാണ് ഇത് എന്ത് ചെയ്യുന്നത്, ജെർമിനേറ്റ് ചെയ്യുന്നതും പുതിയ ഷെല്ലുകൾ അല്ലെങ്കിൽ പുതിയ മാൻഗ്രൂവുകൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വിവിപാരി ടെക്നോളജിയുടെ ഗുണം എന്താണ്? വിവിപാരി ടെക്നോളജിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീഡ് നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അത് താഴേക്ക് വീഴുകയും എന്ത് ചെയ്യും, മുളയ്ക്കുകയും ചെയ്യും, ഈസിലി മുളയ്ക്കുകയും ചെയ്യും. സോ കണ്ടൽക്കാടുകൾ നട്ടുവെച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിനു ചുറ്റുമുള്ള കണ്ടൽക്കാടിന്റെ വിപുലീകരണം, ഡെവലപ്മെന്റ് അത് തന്നെ നോക്കിക്കോളും. പിന്നെ ഈ സീഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതാണ്. സോ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഒഴുകി പോകാനായിട്ടും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഈ കണ്ടൽക്കാടുകൾ വളരാനായിട്ടും ഇതുവഴി സാധ്യമാകും. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ മേജർ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തിന്റെ ബേസിസിൽ? ബയോളജിക്കൽ ഫീച്ചേഴ്സ്, അതായത് സോൾട്ട് ടോളറൻസ് ആണ്. ദെൻ ഏരിയൽ റൂട്ട് അല്ലെങ്കിൽ ന്യൂമാനോട്രോപ്സ് എന്ന് പറയും. ന്യൂമാനോട്രോപ്സ്, ഈ രണ്ട് വാക്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എന്താ കേട്ടിട്ടുള്ളത്? ന്യൂമാനോട്രോപ്സ്. ട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ആയിട്ടുണ്ട്? ഓട്ടോട്രോപ്സ് അല്ലെങ്കിൽ ഹെട്രോട്രോപ്സ്, അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലേ? ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ സ്വയം ഭക്ഷണം പാകം ചെയ്ത് ജീവിക്കുന്ന ജീവികളെയാണ് ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഹെട്രോട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ജീവിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ജീവിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ജീവിയെയാണ് ഹെട്രോട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ന്യൂമാനോട്രോപ്സ്. ന്യൂമാനോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് കേട്ടിട്ടുള്ളത്? ന്യൂമാനോ, ന്യൂമോണിയ എന്ന് കേട്ടോ നിങ്ങൾ? ന്യൂമോണിയ ലങ്സിന് വരുന്ന ഒരു അസുഖം, അതായത് പനിയൊക്കെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ന്യൂമോണിയ ബാധിച്ച് നമ്മൾ തട്ടിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സിവിയർ ആവാനായിട്ടുള്ള കണ്ടീഷൻസ് സാധ്യതയുണ്ട്. എനിക്ക് ന്യൂമോണിയ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ന്യൂമോണിയ എന്ന് കേട്ടിട്ടുണ്ടോ? ആ പേരുമായിട്ടൊരു കണക്ഷൻ ഇല്ലേ? ഈ ന്യൂമോ അല്ലെങ്കിൽ തുടക്കത്തിന്റെ ആദ്യത്തെ 4-5 അക്ഷരം എത്രയാണ്? ന്യൂമോണിയയുടെ ന്യൂമോ ആണ്. സോ ന്യൂമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലങ്സ് അല്ലെങ്കിൽ എയർ എന്നുള്ള അർത്ഥം വരും. ട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓട്ടോട്രോപ്സ്. ട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറ്റിമോളജിക്കലി എനർജി എന്നൊരു അർത്ഥം വരും. ഓക്കെ, സോ ന്യൂമാനോട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയറിലൂടെ, റൂട്ടുകളിലൂടെ ശ്വാസം വലിച്ചെടുത്തിട്ട് എന്ത് എനർജി ക്രിയേറ്റ് ചെയ്യും. അതിനെയാണ് ന്യൂമാനോട്രോപ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് എറ്റിമോളജിക്കലി നമ്മൾ ചില ആൻസേഴ്സ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും എല്ലാ ആൻസറുകളും ചിലപ്പോൾ അറിയണം എന്നില്ല. നമുക്ക് അറിയാത്ത ആൻസറുകൾ വരുമ്പോൾ ന്യൂമാനോട്രോപ്സ് അല്ലെങ്കിൽ റൈസോഫോറ. റൈസോഫോറ എന്നുള്ളതാണ് നമ്മളുടെ ഈ കണ്ടൽക്കാടുകളുടെ അല്ലെങ്കിൽ മാൻഗ്രൂവുകളുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്. ജനറൽ മാൻഗ്രൂവിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് റൈസോഫോറയാണ്. സോ റൈസോഫോറ എന്ന് പറഞ്ഞാൽ റൈസോ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ എവിടെ കേട്ടിട്ടുള്ള? വേറെ റൈസോ എന്ന് പറഞ്ഞാൽ റൈസോബിയം എന്ന് പറഞ്ഞൊരു വാക്ക് കേട്ടിട്ടുണ്ട്. റൂട്ടിന്റെ ഇടയിൽ ജീവിക്കുന്ന ചില ബാക്ടീരിയാസിനെയാണ് റൈസോബിയ എന്ന് പറയുന്നത്. സോ ഇത് റൂട്ടുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സാധനമാണെന്ന് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റണം. ഇങ്ങനെയാണ് നമ്മൾ കണക്ഷൻസ് വർക്ക് ചെയ്യുന്നത്. നമ്മളുടെ പ്രിലിമിനറി എക്സാമിനേഷനിൽ 100 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ 65 ചോദ്യവും നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങളായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള പേരുകൾ വഴി നിങ്ങൾ കണക്ട് ചെയ്താണ് നമ്മൾ ആൻസറുകളിലേക്ക് എത്തുന്നത്. ഓക്കെ, സോ ന്യൂമാനോട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റൂട്ടുകൾ വഴി എയർ ബ്രീത്ത് ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് ഈ ന്യൂമാനോട്രോപ്സ് എന്ന് പറയുന്നത്. അത് ആർക്കുണ്ട്? നമ്മളുടെ മാൻഗ്രൂവുകൾക്കുണ്ട്. ദെൻ നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻസിലേക്ക്, ഇനി നമുക്ക് മാൻഗ്രൂവ്സിന്റെ ഇമ്പോർട്ടൻസിലേക്ക് പോകാം. എന്താണ് മാൻഗ്രൂവ്സിന്റെ ഇമ്പോർട്ടൻസ്? മാൻഗ്രൂവ്സ് എന്ന് പറഞ്ഞാൽ കാർബൺ സീക്വസ്റ്ററൈസേഷൻ ചെയ്യാനായിട്ട് ഏറ്റവും കെൽപ്പുള്ള ഒരു വസ്തുവാണ് ഈ നമ്മളുടെ മാൻഗ്രൂവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാർബൺ സീക്വസ്റ്ററൈസേഷൻ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള കാർബണിനെ, ഫോസിൽ ഫ്യൂവൽ ഉൾപ്പെടെ കത്തിച്ചു വരുന്ന കാർബണിനെ ഇത് സീക്വസ്റ്ററൈസ് ചെയ്ത്
മണ്ണിനടിയിൽ അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ സൂക്ഷിക്കും. സോ അങ്ങനെയുള്ള ഒരു കെൽപ്പുള്ള ഒരു ഏഹ്, ഉപകരണമാണ് അല്ലെങ്കിൽ ചെടിയാണ് ഈ കണ്ടൽ കാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ കാർബൺ സീക്വസ്ട്രേഷനും എക്കോളജിക്കൽ ഇംബാലൻസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇംബാലൻസ് അല്ല, ബാലൻസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ഈ കണ്ടൽ കാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ എക്കോട്ടോൺ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് രണ്ട് എക്കോസിസ്റ്റങ്ങൾക്ക് ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ എക്കോസിസ്റ്റത്തെയാണ് എക്കോട്ടോൺ എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ മറൈൻ എക്കോസിസ്റ്റം, അതായത് വെള്ളം, കടൽ, അങ്ങനെ മറൈൻ എക്കോസിസ്റ്റവും കരയുണ്ടല്ലോ, അല്ലെങ്കിൽ അവിടെ ഫോറസ്റ്റ് ഉണ്ടാവുമല്ലോ, ഒരു ഫോറസ്റ്റ് എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഒരു ലാൻഡ് എക്കോസിസ്റ്റം ഉണ്ടല്ലോ, അതിനിടയിലായിരിക്കും മാൻഗ്രൂവുകൾ സാധാരണയായിട്ട് വളരുക. സോ ഈ മാൻഗ്രൂവുകളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്കോസിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്കോട്ടോൺസ് എന്ന് പറയുന്നത്, ബിറ്റ്വീൻ ടു എക്കോസിസ്റ്റത്തിനിടയിൽ. അപ്പോൾ ഈ എക്കോട്ടോൺസിന്റെ പ്രത്യേകതകൾ എന്തായിരിക്കും? ഈ രണ്ട് സ്ഥലത്തെയും സ്പീഷീസുകൾ ഇവിടേക്ക് വരും. സോ ഫോർ എക്സാമ്പിൾ കരയിൽ ജീവിക്കുന്ന ഒരുപാട് സ്പീഷീസുകൾ വരും, ദെൻ കടലിൽ ജീവിക്കുന്ന സ്പീഷീസുകൾ വരും. രണ്ടിനും ഒരു ബഫർ സോൺ ആയിട്ട് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സോൺ ആയിട്ട് ഈ എക്കോട്ടോൺ ആക്ട് ചെയ്യും. അങ്ങനെ ഒരു എക്കോട്ടോൺ ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ മാൻഗ്രൂവ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ എക്കോട്ടോൺസ് എക്കോളജിക്കലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഓക്കെ, സോ ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വരാം. ഇന്ത്യയിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ മാൻഗ്രൂവ്സുകൾ ഉള്ളത്? നിസ്സംശയം പറയാം, സുന്ദർബൻ മേഖലയിലാണ്. സുന്ദർബൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഡീഷയും വെസ്റ്റ് ബംഗാളും നമ്മളുടെ ബംഗ്ലാദേശുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഡെൽറ്റ ഏരിയയാണ് ഈ സുന്ദർബൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നോക്കിയേ, ഒഡീഷ തീരം കണ്ടോ, വെസ്റ്റ് ബംഗാൾ ഒഡീഷ തീരം കണ്ടോ, ഇതും ബംഗ്ലാദേശ് ഏരിയയുമായിട്ട് വരുന്ന ഈ പ്രദേശങ്ങളെ, അതായത് ഗംഗയുടെ ഗംഗ കടലിൽ ചേരുന്ന ഭാഗം ഉണ്ടല്ലോ, ഗംഗാ നദി കടലിലേക്ക് ചേരുന്ന ഭാഗം, അവിടെ ഡെൽറ്റാസ് ഫോം ചെയ്യും. അതൊരു ജിയോഗ്രഫിക്കൽ ഡെപ്പോസിഷൻസ് ആണ് ഈ ഡെൽറ്റാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അങ്ങനെയുള്ള ഡെൽറ്റാസിനെയാണ് ലോകത്തിലെ ലാർജസ്റ്റ് ഡെൽറ്റാസുകളിൽ ഒന്നാണ് ഈ സുന്ദർബൻ ഡെൽറ്റാസ് എന്ന് പറയുന്നത്. സോ ആ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ഇന്ത്യയിലുള്ളത്. ഓക്കെ, സോ കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതൽ കാണുന്നത് സുന്ദർബൻ ഡെൽറ്റ റീജിയനിലാണ്. ദെൻ ബിദർഗണിക നാഷണൽ പാർക്ക്, അതെവിടെയാണ്? ഒഡീഷയിൽ തന്നെയാണ്, ഈ മേഖലയോടൊക്കെ അടുപ്പിച്ചിട്ടുള്ള ഏരിയയിൽ തന്നെയാണ്. ദെൻ തമിഴ്നാട്ടിൽ ഒരു സ്ഥലമുണ്ട്, പിച്ചൈവാരം എന്ന് പറയുന്ന റീജിയൻ. നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ പോകുന്ന മറൈൻ ബയോളജിസ്റ്റുകളായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ പിച്ചൈവാരം വെറ്റ്ലാൻഡ് റീജിയൻ എന്ന് പറയുന്ന റീജിയൻ. സോ ഇതൊരു കണ്ടൽക്കാടിന്റെ അതിഗംഭീരമായിട്ടുള്ള സ്ഥലം ആണ്. ദെൻ കേരളത്തിലാണെങ്കിൽ എവിടെയാണ് കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ളത്? കണ്ണൂർ റീജിയനിലുണ്ട്, ദെൻ കടലുണ്ടി വള്ളിക്കുന്ന് റീജിയനുകളിലുണ്ട്, കൊല്ലം റീജിയനുകളിലുണ്ട്. നിങ്ങൾ കല്ലൈൻ പൊക്കുടൻ എന്ന് കേട്ടിട്ടുണ്ടോ? കേരളത്തിലെ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ച ഒരു ഇലിറ്ററേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വാഭാവിക വിദ്യാഭ്യാസം ഒന്നും ലഭിക്കാതെ സാധാരണക്കാരായിട്ടുള്ള ഒരാളായിരുന്നു ഈ കല്ലൈൻ പൊക്കുടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൊക്കുടേട്ടൻ എന്നാണ് അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ആളുകളൊക്കെ സ്നേഹപൂർവ്വം വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെയുള്ള ഒരുപാട് പേരുടെ പ്രവർത്തനം കൂടി ഈ മാൻഗ്രൂവ് കൾട്ടിവേഷനും അതിന്റെ സംരക്ഷണത്തിനും വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. സോ നമുക്ക് തിരിച്ചു വരാം. എന്താണ് ഏറ്റവും കൂടുതൽ മാൻഗ്രൂവ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാൻഗ്രൂവിന്റെ ഷെയർ ഉള്ളത് എവിടെയാണ്? ഈവൻ വെസ്റ്റ് ബംഗാളിലായിരിക്കും. സംശയമുണ്ടോ? കാരണം എന്താണ്? സുന്ദർബൻ ഡെൽറ്റ അവിടെയാണുള്ളത്, വെസ്റ്റ് ബംഗാൾ. ദെൻ രണ്ടാമത്തെ ഷെയർ വരുന്നത് ഗുജറാത്തിലാണ്. ഓക്കെ, ദെൻ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡുകൾ ഉണ്ട്, ദെൻ അതർ സ്റ്റേറ്റുകൾ. സോ മേജർ പോർഷൻസ് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. എവിടെ? സുന്ദർബൻ ഡെൽറ്റയിലാണ്. ദെൻ ഒഡീഷയിലാണെങ്കിൽ എവിടെയാണ്? ബിദർഗണിക നാഷണൽ പാർക്ക്. ദെൻ തമിഴ്നാട്ടിലോ? പിച്ചൈവാരം. ഓക്കെ, ദെൻ ഇതാണ് മാൻഗ്രൂവ്സ്, ഇന്ത്യയിലെ മാൻഗ്രൂവുകളുടെ ഒരു മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഈ കടൽ പ്രദേശങ്ങളൊന്ന് നോക്കി പോകാം. ഗുജറാത്ത് ഉണ്ട്, മഹാരാഷ്ട്ര ഉണ്ട്, ഗോവൻ തീരങ്ങളുണ്ട്, പിന്നെ എവിടെയാണ്? കർണാടക വരുന്നുണ്ട്, കേരളം വരുന്നുണ്ട്, തമിഴ്നാട് വരുന്നുണ്ട്, ആന്ധ്രാപ്രദേശ്. പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ പിച്ചൈവാരം എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന ഏരിയയാണ് പിച്ചൈവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഗുജറാത്ത് ഉണ്ട്, ബിദർഗണിക നാഷണൽ പാർക്ക് ആണെങ്കിൽ ഒഡീഷയുടെ തീരത്തോട് ചേർന്ന് വരുന്നതാണ്. സുന്ദർബൻ ആണെങ്കിലോ ഇവിടെ. ഇങ്ങനെ ഈ 9 സ്റ്റേറ്റുകളിലും നമ്മളുടെ കടലിനോട് അതിർത്തി പങ്കിടുന്ന 9 സ്റ്റേറ്റുകളിലും എന്തുണ്ട്? നമ്മളുടെ ഈ മാൻഗ്രൂവുകൾ ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ കാണുന്നത് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. സെക്കൻഡ് എവിടെയാണ്? ഗുജറാത്തിലാണ്, മോദിയുടെ ഗുജറാത്തിലാണ്. ഓക്കെ, സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ.
Then ഇത് എങ്ങനെയാണ് ഡിസ്ട്രക്റ്റഡ് ആവുന്നത്? അത് നാച്ചുറൽ ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നുണ്ട്, ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആയിട്ട് എങ്ങനെയാണ് ഡിസ്ട്രക്ഷൻ ചെയ്യുന്നത്? അതായത് ടൂറിസം വഴി, അതായത് ഓവർ ടൂറിസം, ക്രൗഡ് കാരണം, ദെൻ പ്ലാസ്റ്റിക് പൊല്യൂഷൻ, ദെൻ ഈവൻ നമ്മളുടെ ഗ്ലോബൽ വാർമിംഗ് അടക്കമുള്ള കാരണം, പൊല്യൂഷൻസ് കാരണം ഇത് ഡിസ്ട്രക്റ്റഡ് ആയി പോകുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ക്രിയേറ്റ്സ് എ ഹ്യൂജ് പ്രോബ്ലം. ഇതിനെ സംരക്ഷിച്ച് നിർത്തേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തങ്ങളിൽ ഒന്ന് തന്നെയാണ്. എന്തുകൊണ്ട്? ഇത് എക്കോട്ടോൺ ആയിട്ട് പ്രവർത്തിക്കും. ദ കിഡ്നീസ് ഓഫ് ദ പ്ലാനറ്റ്. ഒരിക്കലും ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രിലിംസിന്റെ PYQവില് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ദ കിഡ്നീസ് റിലേറ്റഡോ, കിഡ്നീസ് ഓഫ് ദ പ്ലാനറ്റ് എന്താണ്? നമ്മളുടെ വെറ്റ്ലാൻഡ് ആണോ, മാൻഗ്രൂവ് ഫോറസ്റ്റുകളാണോ? അങ്ങനെയുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാനിപ്പോ ഓർത്തപ്പോൾ പറഞ്ഞതാണ്. ഓക്കെ, ദെൻ ത്രെട്ടുകളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. ക്ലൈമറ്റ് ചേഞ്ച്, പൊല്യൂഷൻ, അർബനൈസേഷൻ, ഡീഫോറസ്റ്റേഷൻ, ഇതെല്ലാം ഇതിന് ത്രെട്ടുകളായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു പ്രസിഡന്റ് റൂൾ ഇൻ മണിപ്പൂർ. മണിപ്പൂരിലെ പ്രസിഡന്റ് റൂള് എക്സ്റ്റെൻഡ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ്. അതായത് 6 മാസം കൂടുമ്പോൾ നമ്മൾ ഈ പ്രസിഡന്റ് റൂൾ അപ്ലൈ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വീണ്ടും പാർലമെന്റിന്റെ റീകൺഫർമേഷൻസ് കിട്ടണം. ഓക്കെ, 6 മാസം കൂടുമ്പോൾ വീണ്ടും പാർലമെന്റ് 6 മാസം കൂടുന്തോറും അപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. സോ അങ്ങനെ അപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ സഭയിൽ അവതരിപ്പിച്ചു. നമ്മളുടെ അമിത്ഷാജി സഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. നമ്മൾ പ്രസിഡന്റ് റൂളിനെ കുറിച്ചിട്ടല്ല ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും SR ബൊമ്മൈ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യുന്നത്. പ്രസിഡന്റ് റൂളിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകളിലും അല്ലെങ്കിൽ ഇനി വരുന്ന സെഷനുകളിൽ ഡിസ്കസ് ചെയ്യാം. SR ബൊമ്മൈ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് പലപ്പോഴും പലരും മിസ് ചെയ്തു പോകുന്ന ഒരു കേസ് ലോ ആണ്. അതായത് നമ്മൾ പറഞ്ഞു പോകുമെങ്കിലും അത് ഡീറ്റെയിൽ ആയിട്ട് പലരും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വച്ചിട്ടില്ല. അപ്പൊ നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കണം. ഓക്കെ, സോ നമുക്ക് പ്രസിഡന്റ് റൂള് എന്താണെന്ന് നോക്കി പോകാം. പ്രസിഡന്റ് റൂള് ആർട്ടിക്കിൾ 356 പ്രകാരമാണ് പ്രസിഡന്റ് റൂള് ഇന്ത്യയിൽ പ്രഖ്യാപിക്കുന്നത്. പ്രസിഡന്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് ആണല്ലോ പ്രഖ്യാപിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയും. സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയും. ആർട്ടിക്കിൾ 355 സെന്ററിന് ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്. അതായത് സ്റ്റേറ്റുകളുടെ ഇന്റേണൽ പ്രോബ്ലംസും സ്റ്റേറ്റുകളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതിന്റെയും ഉത്തരവാദിത്വം ആർട്ടിക്കിൾ 355 പ്രകാരം ആർക്കുള്ളതാണ്? നമ്മളുടെ സെന്ററിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കർത്തവ്യമാണ്. സോ ഒരു പ്രസിഡന്റിന് അല്ലെങ്കിൽ ഒരു ഗവർണറിന് തോന്നുകയാണ് അവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറീസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു സംസ്ഥാനം കോൺസ്റ്റിറ്റ്യൂഷന് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസിഡന്റിന് ആ ഒരു സംസ്ഥാനത്ത് പ്രസിഡന്റ് റൂള് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾ നമ്മളുടെ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണർ ആയിരുന്ന സമയത്ത് അദ്ദേഹം ഇടക്കിടക്ക് പ്രയോഗിക്കുമായിരുന്ന ഒരു വാക്കുണ്ട്, ദ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറീസ് ഇൻ ദിസ് സ്റ്റേറ്റ് ഈസ് ഫെയിൽഡ്. അദ്ദേഹം അങ്ങനെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറീസ് ഇൻ ദിസ് സ്റ്റേറ്റ് ഈസ് ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നത്? വിച്ച് മീൻസ് ഒരു പ്രസിഡന്റ് റൂള് ഉടനെ ഞങ്ങൾ പ്രഖ്യാപിച്ചേക്കാം എന്നായിരുന്നു അദ്ദേഹം അന്ന് ആ പറഞ്ഞ വാക്യത്തിന്റെ അർത്ഥം. സോ എപ്പോഴാണോ ഒരു സ്റ്റേറ്റ് മെഷീനറീസ് കോൺസ്റ്റിറ്റ്യൂഷന് എതിരായിട്ട് പ്രവർത്തിക്കുന്നത്, ആ സമയം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? പ്രസിഡന്റ് റൂള് പ്രഖ്യാപിക്കാനായിട്ട് പറ്റും. ഓക്കെ, ആർട്ടിക്കിൾ 365 ഈ ഒരു കാര്യം പറയുന്നത്. അതായത് സ്റ്റേറ്റുകൾ കോൺസ്റ്റിറ്റ്യൂഷന്റെയും സെന്ററിന്റെയും ഒബ്ലിഗേഷനുകൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡയറക്ഷനുകൾ കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. ആർട്ടിക്കിൾ 365, 356 അല്ല കേട്ടോ, 356 എന്താ പറയുന്നത്? പ്രസിഡന്റ് റൂള് പ്രസിഡന്റിന് പ്രഖ്യാപിക്കാം എന്നാ പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, സോ പ്രസിഡന്റ് റൂൾ എങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഗവർണർ ഒരു റെക്കമെൻഡേഷൻ ആർക്ക് കൊടുക്കും? പ്രസിഡന്റിന് കൊടുക്കും. പ്രസിഡന്റ് റൂള് ഇപ്പൊ കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ പ്രസിഡന്റ് റൂള് പ്രഖ്യാപിക്കും. ദെൻ ഇത് പാർലമെന്റ് അപ്രൂവലിന് വേണ്ടിയിട്ട് പോകും. സോ പാർലമെന്റ് അപ്രൂവൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് 2 മാസത്തിനുള്ളിൽ പാർലമെന്റ് ഇത് അപ്രൂവ് ചെയ്തിരിക്കണം. ഓക്കെ, 2 മാസത്തിനുള്ളിൽ പാർലമെന്റ് ഇത് അപ്രൂവ് ചെയ്തിരിക്കണം. വിത്തിൻ 60 days or 2 months പാർലമെന്റ് ഷുഡ് അപ്രൂവ് ദ റെസൊല്യൂഷൻ ഓഫ് പ്രസിഡന്റ് റൂൾ. അല്ലെങ്കിൽ അതിൽ നിന്ന് മാറും, അല്ലെങ്കിൽ പ്രസിഡന്റ് റൂള് നിർവീര്യമായി പോകും. ദെൻ എത്ര വർഷം വരെ പാർലമെന്റിന് പ്രസിഡന്റ് റൂള് പ്രഖ്യാപിക്കാം? 3 വർഷം വരെ. മാക്സിമം ലിമിറ്റ് എത്രയാണ്? 3 വർഷം വരെയാണ് പ്രസിഡന്റ് റൂള് പ്രഖ്യാപിക്കാനായിട്ടുള്ള കാലാവധി.
6 മാസം കൂടുമ്പോൾ റീ അപ്രൂവൽ ചെയ്തുകൊണ്ടിരിക്കണം. ആ ഒരു റീ അപ്രൂവലിന്റെ പരിപാടിയാണ് എവിടെ നടക്കുന്നത്? ഇപ്പോ മണിപ്പൂരില് നമ്മളുടെ അമിത്ഷാ വഴി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇനി ഒരു 6 മാസത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റീ അപ്രൂവലിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. സോ 6 മാസം കൂടുമ്പോൾ റീ അപ്രൂവൽ ചെയ്തുകൊണ്ടിരിക്കണം. 3 വർഷം വരെ മാക്സിമം അത് എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷേ ഒരു വർഷം കഴിഞ്ഞിട്ടും ഈ പ്രസിഡന്റ് റൂൾ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ 2 നിബന്ധനകൾ നിങ്ങൾ പാലിക്കണം. എന്തൊക്കെയാണ് 2 നിബന്ധനകൾ? ഒന്നാമത്തെ നിബന്ധന, രാജ്യത്തിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ രാജ്യത്തിൽ മൊത്തമായിട്ടോ ഒരു നാഷണൽ എമർജൻസി ഉണ്ടായിരിക്കണം. നാഷണൽ എമർജൻസി രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ അല്ലെങ്കിൽ രാജ്യം ഒട്ടുക്കോ ഒരു നാഷണൽ എമർജൻസി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്താണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പറയുകയാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അല്ല, ഇലക്ഷൻ കമ്മീഷൻ പറയുകയാണ് എന്ത്? ആ ഒരു സ്റ്റേറ്റില് ഇലക്ഷൻ ഇപ്പോ നടത്താനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇലക്ഷൻ നടത്താനായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോ അവിടെ ഇല്ല. സോ ഇങ്ങനെയുള്ള 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു വർഷത്തിന് മേലെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ പ്രസിഡന്റ് റൂൾ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ഒരു പ്രൊസീജിയറൽ ഓർഡർ എന്ന് പറയുന്നത്. കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ അപ്രൂവ് ചെയ്യണം. 3 വർഷം വരെ മാക്സിമം നമുക്ക് ഒരു പ്രസിഡന്റ് റൂൾ ഒരു സംസ്ഥാനത്ത് പ്രഖ്യാപിക്കാനായിട്ട് പറ്റത്തുള്ളൂ. 6 മാസം കൂടുമ്പോൾ റീ അപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഒരു വർഷത്തിന് മേലെ പോകണമെങ്കിലോ 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കണം. നാഷണൽ എമർജൻസി രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ രാജ്യം ഒട്ടുക്കെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറയുകയാണ് നമുക്ക് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട് ഇപ്പോ അതിനുള്ള സാഹചര്യം ഇല്ല, അവരെ ഡിസ്റ്റർബൻഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിന്റെ ഒരു പ്രൊസീജിയേഴ്സ് ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇതിന്റെ ഒരു ചരിത്രത്തിലേക്ക് പോകാം. അതായത് ഈ പ്രസിഡന്റ് റൂള് പ്രഖ്യാപിക്കുന്നത് 1951 ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത്. പഞ്ചാബിനെതിരെയാണ് ആദ്യമായിട്ട് ഈ പ്രസിഡന്റ് റൂള് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, ദെൻ പ്രസിഡന്റ് റൂള് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് വർഷമൊന്നും പ്രസിഡന്റ് റൂള് അത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സ്റ്റേറ്റുകളിൽ കോൺഗ്രസ് അല്ലാത്ത ഭരണങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റും സെൻട്രലും തമ്മിലുള്ള റിലേഷനുകൾ എന്ത് സംഭവിച്ചു? കോട്ടം തട്ടാനായിട്ട് സാധിച്ചു. ദെൻ ഇതിന്റെ ഒരു എക്സ്റ്റെൻഡ് സംഭവിക്കുന്നത് നമ്മളുടെ ഇന്ദിരാഗാന്ധി ഭരണത്തിൽ നിന്ന് മാറിയതിനു ശേഷം ജനതാ പാർട്ടി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ആരായിരുന്നു ഇന്ദിരാഗാന്ധി കുറച്ച് നാളത്തേക്ക് ഭരണത്തിൽ മാറുന്നതിന് മുന്നേ ഒരു എനിക്ക് അദ്ദേഹത്തിന്റെ പേര് കിട്ടുന്നില്ല. സോ ഈവൻ ആ ഒരു ടൈമിലായിരുന്നു, അതായത് 1977-79 ടൈമുകളിലായിരുന്നു ഈ എന്തുണ്ടായിരുന്നേ, ഈ പ്രസിഡന്റ് റൂൾസ് ഏറ്റവും കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ആ സെന്ററിൽ ഇരിക്കുന്ന ആൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഗവർണേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? ഒരു റിപ്പോർട്ട് കൊടുക്കും, ഇവർ കോൺസ്റ്റിറ്റ്യൂഷന് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈവൻ ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിന് ശേഷം നമ്മളുടെ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴും എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ 9 സ്റ്റേറ്റുകളിലെ ചീഫ് മിനിസ്റ്റേഴ്സിനെ ഒറ്റയടിക്ക് തട്ടിക്കളഞ്ഞു. ദെൻ ഇന്ദിരാഗാന്ധി തിരിച്ച് അധികാരത്തിൽ വന്നു. നേരെ തിരിച്ച് ഇന്ദിരാഗാന്ധി വന്നപ്പോഴും ഈ 9 സ്റ്റേറ്റുകളുടെ അധികാരികളെ ഒറ്റയടിക്ക് തട്ടിക്കളഞ്ഞു. സോ ഇതൊരു കൊടുക്കൽ വാങ്ങലായിട്ട് അങ്ങോട്ട് മാറി. ഇറ്റ് ക്രിയേറ്റ്സ് എ പ്രോബ്ലം. ഭരണം അല്ലെങ്കിൽ ജസ്റ്റിസ് നിലനിൽക്കുന്നില്ല. ആളുകൾ തെരഞ്ഞെടുത്ത അവരുടെ ഡെമോക്രാറ്റിക് റൈറ്റ് വഴി തെരഞ്ഞെടുത്ത ആളുകളെ നിലനിർത്താനായിട്ട് സഹായിക്കുന്നില്ല. സോ ദാറ്റ്സ് ക്രിയേറ്റ്സ് എ പ്രോബ്ലം. ഓക്കെ, അങ്ങനെ കോടതി ഇടപെട്ടു. കോടതി ഇടപെടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ് SR ബൊമ്മൈ വെസസ് യൂണിയൻ ഓഫ് ഇന്ത്യ. മറന്നു പോകരുത്, 1992 SR ബൊമ്മൈ വെസസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ആരാണ് SR ബൊമ്മൈ? ബൊമ്മൈ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബസവരാജ ബൊമ്മൈ. ബസവരാജ ബൊമ്മൈനെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതായത് 2021-22 കാലഘട്ടങ്ങളിലെ BJPയുടെ കർണാടകയുടെ ചീഫ് മിനിസ്റ്റർ ആരായിരുന്നു? കർണാടകയുടെ ചീഫ് മിനിസ്റ്ററുടെ പേര്, ഇപ്പൊ കോൺഗ്രസ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു മുൻപ് BJP ആയിരുന്നല്ലോ ഭരിച്ചുകൊണ്ടിരുന്നത് കർണാടകയില്. അവിടെ BJPയുടെ ചീഫ് മിനിസ്റ്റർ ആരായിരുന്നു? ബസവരാജ ബൊമ്മൈ ആയിരുന്നു. ഇദ്ദേഹം ലോകസഭയിലുണ്ട്. ബസവരാജ ബൊമ്മൈ ലോകസഭയിലെ മെമ്പറാണ്. ബസവരാജ ബൊമ്മയുടെ അച്ഛനാണ് അല്ലെങ്കിൽ ഫാദർ ആണ് ആര്? ഈ SR ബൊമ്മൈ. അദ്ദേഹം 1992 കാലഘട്ടങ്ങളില് 89-92 കാലഘട്ടങ്ങളില് നമ്മളുടെ കർണാടകയുടെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ഓക്കെ, കർണാടകയുടെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അതൊരു കൊയിലേഷൻ ഗവൺമെന്റ് ആയിരുന്നു.
കൂട്ടുകക്ഷി മന്ത്രിസഭയായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ജനതാദൾ ഉണ്ടായിരുന്നു, ദെൻ ജനതാ പാർട്ടി ഉണ്ടായിരുന്നു, പിന്നെ ചെറിയ ചെറിയ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ചില പാർട്ടികളും ഈ 1992 എസ് ആർ ബൊമ്മയുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു. എസ് ആർ ബൊമ്മയല്ല ആദ്യം ഭരിച്ചത്, അതിനു മുൻപ് മറ്റൊരു ചീഫ് മിനിസ്റ്റർ ആണ് ഉണ്ടായിരുന്നത്. ദെൻ 90-ലാണ് ആര് വരുന്നത്? എസ് ആർ ബൊമ്മ അധികാരത്തിൽ വരുന്നത്. ഓക്കെ, എസ് ആർ ബൊമ്മ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ് ആർ ബൊമ്മ അധികാരത്തിൽ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നണിയിൽ ഉണ്ടായിരുന്ന ജനതാദൾ അവരുടെ സപ്പോർട്ട് പിൻവലിച്ചു, മന്ത്രിസഭ താഴെ വീണു. ദെൻ അടുത്തത് എന്താണ് പ്രോസസ്സ്? അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് എസ് ആർ ബൊമ്മയ്ക്ക് സഭയില് ഭൂരിപക്ഷം ഉണ്ടെന്ന് തെളിയിക്കണം. ഓക്കെ, അങ്ങനെയാണല്ലോ നോർമലി മന്ത്രിസഭ താഴെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കാണോ കൂടുതൽ ഭൂരിപക്ഷം സഭയിൽ തെളിയിക്കുന്നത് അവരുടെ പ്രതിനിധി മുഖ്യമന്ത്രിയാവുകയും ഭരണം തുടർന്നു കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെയാണ് നോർമലി സംഭവിക്കുന്നത്. പക്ഷേ എസ് ആർ ബൊമ്മയുടെ ഈ ജനതാദളിന്റെ പിന്തുണ, അവർക്ക് സപ്പോർട്ട് പിൻവലിച്ചു കഴിഞ്ഞ ഉടനെ അവിടുത്തെ ഗവർണർ എന്ത് ചെയ്തു എന്ന് കഴിഞ്ഞാൽ പ്രസിഡന്റിന് റിപ്പോർട്ട് കൊടുത്തു. എന്ത്? ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷന് എതിരായിട്ടുള്ള മെഷീനറീസ് പ്രവർത്തിക്കുന്നു ഉണ്ട്, ഇവിടെ ഒരു ഭൂരിപക്ഷമില്ല. സോ ദാറ്റ് ക്രിയേറ്റ്സ് എ പ്രോബ്ലം. സോ പ്രസിഡന്റ് റൂൾ പ്രഖ്യാപിക്കണം. പ്രസിഡന്റ് എന്ത് പറഞ്ഞു? കേട്ട പാടി കേൾക്കാതെ പാടി പ്രസിഡന്റ് റൂളിന് ഒപ്പുവെച്ചു. ഓക്കെ ആണോ? ഇതിനെതിരെ എസ് ആർ ബൊമ്മ എങ്ങടേക്ക് പോയി? കോടതിയിലേക്ക് പോയി. കോടതിയിലേക്ക് പോയിട്ട് എന്ത് പറഞ്ഞു? കോടതി, എനിക്ക് ഇവിടെ ഭൂരിപക്ഷം തെളിയിക്കാനായിട്ടുള്ള അവസരം ആര് തന്നില്ല? പ്രസിഡന്റും ഗവർണറും തന്നില്ല. എന്റെ പ്രൊസീജിയർ എന്തായിരുന്നു? എനിക്ക് ജനതാദളിൽ പോയത് ഓക്കെ, ജനതാദളില് പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ മുന്നണിയിൽ നിന്ന് സപ്പോർട്ട് പിൻവലിച്ചു, പക്ഷേ എനിക്കിനി ഭൂരിപക്ഷം തെളിയിക്കാനായിട്ടുള്ള അവസരം ഉണ്ട്. ആ ഒരു അവസരം എനിക്ക് നിഷേധിക്കപ്പെട്ടു. അതുകൊണ്ട് ഈ പ്രസിഡന്റ് റൂള് അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി ഇൻവാലിഡ് ആണ് എന്ന് പ്രഖ്യാപിക്കണം. ദെൻ സുപ്രീം കോടതി ഈ കേസ് എടുത്തു. സുപ്രീം കോടതി ഈ കേസ് എടുത്തിട്ട് ആദ്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ലക്ഷ്മികാന്തൊക്കെ വായിച്ചു കഴിയുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് അവിടെ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യുലറിസം ബേസിക് സ്ട്രക്ചർ ആണെന്ന് സുപ്രീം കോടതി അങ്ങോട്ട് പ്രഖ്യാപിച്ചു. അതെന്താണ് ഈ സെക്യുലറിസം? ഇത് എവിടേക്കാണ് ഇവന്മാരി കൊണ്ടുപോകുന്നത്? ഞാൻ ആദ്യമായിട്ട് ഈ എസ് ആർ ബൊമ്മ കേസ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഈ സെക്യുലറിസം എവിടെ കിടക്കുന്നു, പ്രസിഡന്റ് റൂൾ എവിടെ കിടക്കുന്നു? അതായത് നിങ്ങൾ ലക്ഷ്മികാന്ത് വായിച്ചു വരുമ്പോൾ, ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റിയിൽ പ്രസിഡന്റ് റൂളിനെ കുറിച്ചിട്ടുള്ള ഭാഗം വായിച്ചു വരുമ്പോൾ നിങ്ങൾ ആദ്യം കേൾക്കുന്ന ഒരു കാര്യം, പ്രസിഡന്റ് എസ് ആർ ബൊമ്മ കേസിൽ ആദ്യം പറയുന്ന ഒരു കാര്യം എന്താണ്? സെക്യുലറിസം ഇന്ത്യയുടെ ബേസിക് സ്ട്രക്ചർ ആണ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ ആണെന്ന് ആര് പറഞ്ഞു? കോടതി പറഞ്ഞു. ഓക്കെ, അതെന്താണ് ഈ സെക്യുലറിസവും ബേസിക് സ്ട്രക്ചറും ഇതിന്റെ ഉള്ളിൽ എവിടേക്ക് വന്നു എന്നുള്ളതാണ് എന്റെ ഡൗട്ട്. ഓക്കെ, അതിന് ഒരു കഥ കൂടി പറയാനായിട്ടുണ്ട്. അതായത് 1990 കാലഘട്ടങ്ങളിലാണ് ഇങ്ങേര് എങ്ങടേക്ക് പോകുന്നത്? കോടതിയിലേക്ക് പോകുന്നത്. മനസ്സിലായല്ലോ. 92 കാലഘട്ടങ്ങളിലാണ്. 92 ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. എന്താണത്? 2 പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് മണ്ഡൽ കേസാണ്, അല്ലെങ്കിൽ ഇന്ദിരാസ്വാനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസാണ്. അതല്ലാണ്ട് രാഷ്ട്രീയ ഇന്ത്യയെ പിടിച്ചു കുലുക്കിയ, രാഷ്ട്രീയ ഇന്ത്യയുടെ ഗതി മാറ്റിയ ഒരു കേസ് നടക്കുന്നുണ്ട്. ഏതാണ്? നമ്മളുടെ ബാബരി മസ്ജിദ് ഡെമോളിഷൻ. ഓക്കെ, ബാബരി മസ്ജിദ് ഡെമോളിഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും 2 ഓർഗനൈസേഷനുകളിലെ രാഷ്ട്രീയ സ്വയം സേവക സംഘ് RSSനെയും വിശ്വ ഹിന്ദു പരിഷത്തിനെയും ആര് ബാൻ ചെയ്തു? സെൻട്രൽ ഗവൺമെന്റ് ബാൻ ചെയ്തു. RSSനെയും ബാൻ ചെയ്തു, വിശ്വ ഹിന്ദു പരിഷത്തിനെയും ബാൻ ചെയ്തു. അവരെ മാത്രമല്ല, ആന്ധ്രാപ്രദേശിലുള്ള ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചില ആളുകളെയും ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറൊരു കേസുമായി ബന്ധപ്പെട്ടാണ്. അത് അവിടെ ഒരു വാർ നടക്കുന്നു, അല്ലെങ്കിൽ ഇന്റേണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഫാക്ഷനെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സെപ്പറേറ്റ് ഫാക്ഷനെ ബാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും ആരെയൊക്കെയാണ് ബാൻ ചെയ്യുന്നത്? വിശ്വ ഹിന്ദു പരിഷത്തിനെയും നമ്മളുടെ രാഷ്ട്രീയ സ്വയം സേവക സംഘിനെയും അവിടെ ബാൻ ചെയ്തു. പക്ഷേ ചില സംസ്ഥാനങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും, അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ചില പ്രസ്താവനകൾ ഇറക്കി. ഈവൻ മധ്യപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ചില പ്രസ്താവനകൾ ഇറക്കി. സോ ദാറ്റ് ക്രിയേറ്റ്സ് എ പ്രോബ്ലം. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ, കേന്ദ്ര ഗവൺമെന്റ് ബാൻ ചെയ്തൊരു സംഘടനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അവർക്ക് റിലീജിയസ് കളേർഡ് ആയിട്ടുള്ള ചില പ്രസ്താവനകൾ ആര് നടത്തി? ചില സംസ്ഥാനങ്ങൾ നടത്തി. സോ കേന്ദ്രം എന്ത് ചെയ്തു? കേന്ദ്രം ഈ സംസ്ഥാനങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷന് എതിരായിട്ട് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? പ്രസിഡന്റ് റൂൾ അങ്ങോട്ട് അടിച്ചു കൊടുത്തു. മക്കളെ, നിങ്ങൾ പ്രവർത്തിക്കേണ്ട, ഞങ്ങൾ പ്രസിഡന്റ് റൂൾ അടിച്ചു തരികയാണ് എന്ന് പറഞ്ഞിട്ട് പ്രസിഡന്റ് റൂൾ അങ്ങോട്ട് അടിച്ചു കൊടുത്തു. സോ ഇവരും ഈ എസ് ആർ ബൊമ്മയോടൊപ്പം കോടതിയിലേക്ക് പോയി. ഞങ്ങളുടെ കേസും നിങ്ങളൊന്ന് പരിഗണിക്കണം.
അപ്പൊ കോടതി എന്ത് പറഞ്ഞു? മക്കളെ, റിലീജിയസിനെതിരെയായിട്ട് അല്ലെങ്കിൽ റിലീജിയസ് ഹാർമണിക്കെതിരെയായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചു, അത് തെറ്റാണ്. ഓക്കെ, അത് തെറ്റാണ്. രണ്ട് കേസും കൂടി അങ്ങോട്ട് കൂട്ടിക്കുഴയ്ക്കാനായിട്ടൊന്നും നിൽക്കണ്ട. SR ബൊമ്മയുടെ കേസ് വേറെ, നിങ്ങൾ റിലീജിയസ് ഹാർമണിക്ക് എതിരെ പ്രഖ്യാപിച്ച കേസുകൾ വേറെ. സോ സെക്യുലറിസം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രെയിൻ ആണ് എന്ന് ഏത് കേസിൽ പറഞ്ഞു? SR ബൊമ്മ കേസിൽ പറഞ്ഞു. ഓക്കെ, എന്നിട്ട് ഇവന്മാരുടെ കേസ് തീരുമാനമൊക്കെ ആരുടെ? മധ്യപ്രദേശിന്റെയും ബാക്കിയുള്ള നോർത്തേൺ ഇന്ത്യ സ്റ്റേറ്റുകളിൽ ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു, അവരുടെ കേസ് തീരുമാനമാക്കി. മക്കൾ പൊക്കോളൂ, നിങ്ങളുടെ പ്രസിഡന്റ് റൂള് ഞങ്ങൾ എടുത്തു കളയില്ല, നിങ്ങൾ സെക്യുലറിസത്തിന് എതിരായിട്ട് പ്രവർത്തിച്ചു. ഇനി നമുക്ക് SR ബൊമ്മയെ വിളിക്കാം. ബൊമ്മയെ ഇങ്ങോട്ട് വരൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു? ബൊമ്മയെ, നീ പറഞ്ഞത് ശരിയാണ്, അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. നിങ്ങൾക്ക് അവിടെ എന്ത് തന്നിട്ടില്ല? നമ്മളുടെ ഭൂരിപക്ഷം തെളിയിക്കാനായിട്ടുള്ള, മെജോറിറ്റി തെളിയിക്കാനായിട്ടുള്ള അവകാശം തന്നിട്ടില്ല. സോ ഇത് ഞാൻ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് ഞങ്ങള് ഇൻവാലിഡേറ്റ് ചെയ്യുന്നു. അപ്പോ കേന്ദ്ര സർക്കാർ പറഞ്ഞു, ഈ പ്രസിഡന്റ് റൂൾ പ്രഖ്യാപിച്ചത് കോടതിയിൽ എന്ത് ചെയ്യാനായിട്ട് പാടില്ല? റിവ്യൂ ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല. കോടതി പറഞ്ഞു, നീ ആരാണ് ഞങ്ങളോട് പറയാനായിട്ട്? അല്ലെങ്കിൽ കോടതി റിവ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരം കേന്ദ്ര സർക്കാർ അല്ല തീരുമാനിക്കേണ്ടതെന്ന് സുപ്രീം കോടതി അവിടെ വേർഡിക്റ്റ് ചെയ്തു. സോ പിന്നീട് ഈ ഒരു SR ബൊമ്മയോ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ അവരുടെ ഈ പ്രസിഡന്റ് റൂള് എടുത്തു മാറ്റാനായിട്ട് കാരണമായ ഒരു കേസ് ലോയാണ് SR ബൊമ്മൈ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. മനസ്സിലാവുന്നുണ്ടോ? സോ SR ബൊമ്മ കേസിൽ രണ്ട് ആസ്പെക്റ്റുകളുണ്ട്. ഒന്ന് സെക്യുലറിസത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ചിലപ്പോൾ സംശയം വരാം. നമ്മൾ ഈ ഹിസ്റ്ററി ഒന്നും അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ ആദ്യം വായിക്കുമ്പോൾ നമുക്കൊരു സംശയം വരാം. സോ ആ സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എന്തുകൊണ്ടാണ് സെക്യുലറിസം ബേസിക് സ്ട്രക്ചർ ഡോക്ട്രെയിൻ ആണ് എന്ന് പറയുന്നത്. ദെൻ SR ബൊമ്മയുടെ കേസിൽ എന്താ പറഞ്ഞേ? SR ബൊമ്മയുടെ കേസിൽ പറഞ്ഞു, നമുക്ക് ഈ പ്രസിഡന്റ് റൂളിനെ റിവ്യൂ ചെയ്യാം. പാർലമെന്റ് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാർലമെന്റ് പ്രസിഡന്റ് റൂൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഡിസ്മിസ് ആവില്ല. പാർലമെന്റ് പ്രസിഡന്റ് റൂൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഡിസ്മിസ് ആവുകയില്ല. ഓക്കെ, ഇതാണ് ആ വേർഡിക്റ്റിന്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ. സോ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് എവിടെ പറഞ്ഞു വെച്ചു? നമ്മളുടെ SR ബൊമ്മൈ കേസിൽ അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി. ഇതാണ് SR ബൊമ്മൈ കേസിന്റെ ഒരു ആകത്തുക എന്ന് പറഞ്ഞത്. ഈ SR ബൊമ്മൈ കേസ് നിലനിൽക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു വേർഡിക്റ്റ് നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയിലെ ഇന്ന് പല സംസ്ഥാനങ്ങളും പ്രസിഡന്റ് റൂളിന് അടിപ്പെടാതെ പോകുന്നത്. ഈവൻ നമ്മളുടെ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നമ്മളുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടക്കിടക്ക് പറയുമായിരുന്നു, ദർ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയർ ഇൻ ദ സ്റ്റേറ്റ് എന്ന് ഇടക്കിടക്ക് പറയുമായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു റിപ്പോർട്ട് കൊടുക്കാതെ നമ്മളുടെ പ്രസിഡന്റ് റൂള് കേരളത്തിൽ വരാതിരിക്കാനായിട്ടുള്ള കാരണം എന്താണ്? കാരണം അതിന് ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട്. കേരളം കോടതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നാണം കെടും, വെറുതെ ഇടക്കിടക്ക് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റാത്ത ഒരു സംഗതിയാക്കിയിട്ട് 1992 മുതൽ നമ്മളുടെ പ്രസിഡന്റ് റൂളിനെ, അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസിയെ SR ബൊമ്മൈ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ഓഫ് 1992 പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് കോർട്ടുകളിലൂടെ ജസ്റ്റിസ് നടപ്പാക്കുന്നത്. കോർട്ടുകളുടെ വെർഡിക്റ്റ് 9 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ബെഞ്ചായിരുന്നു ഈ കേസ് പരിഗണിച്ചത്. ഇനി വേണമെങ്കിൽ ഇത് റിവ്യൂ ചെയ്യാം. 11 ബെഞ്ച് അടങ്ങുന്ന ഒരു ബെഞ്ച് ഈ വിധിയെ പുനർവിചിന്തനം ചെയ്യുകയും വേണമെങ്കിൽ ചേഞ്ച് വരുത്തുകയും ചെയ്യാം. ഓക്കെ, സോ എന്താണ് SR ബൊമ്മൈ കേസ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, അല്ലെങ്കിൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ആരാണ് ഈ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്? നമ്മൾ ഫസ്റ്റ് ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാർഗിൽ വിജയ ദിവസത്തിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ കാർഗിൽ റിവ്യൂ കമ്മിറ്റി ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് വേണമെന്ന് ഒരു റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളിലേക്ക് വന്നപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ കണ്ടിന്യൂസ്, നീഡ് ടു ബി അലേർട്ട് അറ്റ് ഓൾ ടൈംസ് എന്ന് CDS പറഞ്ഞിരിക്കുന്നത്. ആരാണ് CDS? CDSന്റെ സ്ട്രക്ചർ എന്താണ്? നമുക്ക് ഇവിടെ നോക്കേണ്ടത്, നമ്മളിവിടെ നോക്കാൻ പോകുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതാണ്. അതായത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിന്റെ വേരിയസ് ഡിപ്പാർട്ട്മെന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത്. ഓക്കെ, ദെൻ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? ശരിക്കും ഒരു, ഞാൻ പറഞ്ഞ, ഒരു ബ്യൂറോക്രാറ്റിക് ലെവലിലുള്ള ഒരു IAS IPS ഉദ്യോഗസ്ഥനാണ് സെക്രട്ടറി ലെവലിലേക്ക് ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ, ബ്യൂറോക്രാറ്റിക് പൊസിഷനിൽ വരുന്നത്. ദെൻ ചീഫ് ഡിഫൻസ് സ്റ്റാഫ് ആരായിട്ട് വരും അവിടെ നോക്കാം നമുക്ക്.
1947 മുതൽ ഇന്ത്യയില് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ നമുക്ക് ഒരു ഡിഫൻസ് മിനിസ്ട്രി ഉണ്ട്, അല്ലെങ്കിൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അത് നമ്മളുടെ ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ വഴി, അതായത് നമ്മളുടെ ബ്രിട്ടീഷുകാരിൽ നിന്ന് കൈമാറി വന്ന മിലിറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പുതിയ രൂപം തന്നെയായിരുന്നു. ഓക്കെ, സോ 1947 മുതൽ നമുക്കൊരു ഡിഫൻസ് മിനിസ്ട്രി ഉണ്ട്. ദെൻ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നാണ് നമുക്ക് ഇനി നോക്കാനായിട്ട് പോകേണ്ടത്. അതായത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ആരാണ്? അതായത് സുപ്പീരിയന്റ് കമാൻഡ് ആരാണ് ചെയ്യുന്നത്? ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. നിങ്ങൾ ഈ എയർഫോഴ്സിന്റെയും നേവിയുടെ ഒക്കെ റിക്രൂട്ട്മെന്റ് റാലിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, റിക്രൂട്ട്മെന്റിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, SSB പോലെയുള്ളതിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വരുന്നതും ഈവൻ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ വരുന്നത് പോലും പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സൈൻ ചെയ്തുകൊണ്ടായിരിക്കും. സോ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് ദ സുപ്രീം കമാൻഡ്, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് കൈകാര്യം ചെയ്യുന്നത്. ദെൻ അതിന് താഴെ ക്യാബിനറ്റ് ഉണ്ട്, ദെൻ ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ട്, ഡിഫൻസ് സെക്രട്ടറി ഉണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഹയറാർക്കിക്കൽ ഓർഡർ പോകുന്നത്. എന്തിന്റെ? ഈ ഡിഫൻസ് സ്ട്രക്ചറിന്റെ അല്ലെങ്കിൽ കമാൻഡ് സ്ട്രക്ചറിന്റെ ഒരു ഹയറാർക്കിക്കൽ ഓർഡർ പോകുന്നത്. ഇനി ഡിഫൻസ് മിനിസ്റ്ററിയിലേക്ക് പോകാം. അതായത് അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നമ്മുടെ രാജ്നാഥ് സിംഗ് അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ ഡിഫൻസ് മിനിസ്ട്രി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഡിഫൻസ് മിനിസ്ട്രിയിൽ പ്രധാനമായിട്ടും 5 ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. എങ്ങനെയുണ്ട്? 5 ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. ഒന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ്, DOD എന്ന് പറയും. ഒന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അതായത് ബഡ്ജറ്റ് അലോക്കേഷൻസ്, ദെൻ ഇൻവെന്ററി മാനേജ്മെന്റുകൾ, ദെൻ പുതിയ ബിൽഡിങ്ങുകൾ പണി, അല്ലെങ്കിൽ ഡിഫൻസ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുക, അതും അല്ലെങ്കിൽ വേറെ എന്താ ചെയ്യുന്നത്, ഇന്റർനാഷണൽ ഡിഫൻസ് കോർപ്പറേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെയുള്ളതൊക്കെയാണ്. അതായത് ബഡ്ജറ്റ് അലോക്കേഷൻ ആണ് അവർക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ആർമിക്ക് ഇത്ര തുക, നേവിക്ക് ഇത്ര തുക, എയർഫോഴ്സിന് ഇത്ര തുക, അങ്ങനെ ബഡ്ജറ്റിനെ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യുക, റിസോഴ്സസുകളെ അലോക്കേറ്റ് ചെയ്യുക. അതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനെ ഹെഡ് ചെയ്യുന്നത് ഡിഫൻസ് സെക്രട്ടറി ആണ്. ഇതിനെ ഹെഡ് ചെയ്യുന്നത് ഡിഫൻസ് സെക്രട്ടറി ആണ്. ഡിഫൻസ് സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഇറ്റ് ഈസ് എ ബ്യൂറോക്രാറ്റിക് പൊസിഷൻ. ഓക്കെ, ഇറ്റ് ഈസ് എ ബ്യൂറോക്രാറ്റിക് പൊസിഷൻ. അത് ഒരു സീനിയർ മോസ്റ്റ് IAS ഉദ്യോഗസ്ഥനായിരിക്കും നോർമലി ഉണ്ടാവുക. ദെൻ രണ്ടാമത് നമുക്കൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. രണ്ടാമത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സിനെ ഹെഡ് ചെയ്യുന്നത് ആരാണ്? ഹെഡഡ് ബൈ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. മനസ്സിലായോ? ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിന്റെ പ്രത്യേകത. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണെന്ന് മനസ്സിലായോ? അതായത് ഇന്ത്യൻ മിനിസ്ട്രിയുടെ അല്ലെങ്കിൽ ഡിഫൻസ് മിനിസ്ട്രിയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സിന്റെ ഹെഡാണ് ആര്? ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ? സോ ഇറ്റ് മീൻസ് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിലെ ഡിഫൻസ് സെക്രട്ടറി കൈകാര്യം ചെയ്യുന്ന അതേ പോസ്റ്റ് തന്നെയാണ് ഇപ്പുറത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സിലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇത് കൂടാണ്ട് നമുക്ക് പ്രൊക്യൂർമെന്റിന് വേണ്ടിയിട്ടും പ്രൊഡക്ഷന് വേണ്ടിയിട്ടും സെപ്പറേറ്റ് ഒരു മിനിസ്ട്രി ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊഡക്ഷൻ, ഡിഫൻസ് പ്രൊഡക്ഷൻ. അതായത് ഡിഫൻസ് എക്യുപ്മെന്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും അത് പ്രൊക്യൂർ ചെയ്യാനായിട്ടുമുള്ള കൃത്യമായിട്ടുള്ള ഒരു SOP അടങ്ങുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇറ്റ് ഈസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് പ്രൊഡക്ഷൻ. ദെൻ വേറെ എന്തൊക്കെ ചെയ്യാനായിട്ടുണ്ട് നമുക്കിനി? ഒരു ഡിപ്പാർട്ട്മെന്റ്, ഒരു ഡിഫൻസ്, നിങ്ങളാണ് ഒരു ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റുകളെങ്കിൽ നിങ്ങൾക്ക് എത്ര ഡിപ്പാർട്ട്മെന്റുകൾ നിങ്ങൾക്ക് ഉണ്ടാവും? അടുത്ത ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. കാരണം യുദ്ധ ഉപകരണങ്ങൾ പുതിയ മാറുന്ന സാങ്കേതിക വിദ്യകൾക്കനുസരിച്ച് ഡെവലപ്മെന്റ് ചെയ്യാനായിട്ടും റിസർച്ച് ചെയ്യാനായിട്ടുമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിനെ ഹെഡ് ചെയ്യുന്നത് DRDO ആണ്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റൽ ഓർഗനൈസേഷൻ. DRDO ആണ് അതിനെ ഹെഡ് ചെയ്യുന്നത്. ഇനി ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയുണ്ട്. അത് നമ്മുടെ എക്സ് സർവീസ് മാനെ റിലേറ്റഡ് ആണ്. അതായത് അവരുടെ പെൻഷൻസ്, അവരുടെ വെൽഫെയർ, അതിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ് സർവീസ് മാൻ വെൽഫെയർ. ഓക്കെ, ഇങ്ങനെ 5 ഡിപ്പാർട്ട്മെന്റുകളാണുള്ളത്. ഇനി ഒന്ന് ഡിപ്പാർട്ട്മെന്റുകളുടെ എണ്ണം ഒന്ന് പറഞ്ഞേ, എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് നമുക്കുള്ള? ഒന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് അല്ലെങ്കിൽ DOD എന്ന് പറയും, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ്. രണ്ടാമത്തതോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സ്. മൂന്നാമത് പ്രൊക്യൂർമെന്റ്, സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടും പർച്ചേസ് ചെയ്യാനായിട്ടും ഡിഫൻസ് ഉപകരണങ്ങൾ, യുദ്ധക്കോപ്പുകൾ വാങ്ങിക്കാനായിട്ടുള്ള പ്രൊഡക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഡിപ്പാർട്ട്മെന്റ്.
ഇത് കൂടാണ്ട് വേറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. റിസർച്ചിനും ഡെവലപ്മെന്റിനും വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് വേണമല്ലോ. സോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. പിന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടി ഉണ്ട്, നമ്മൾ പ്രായമായിട്ടുള്ള അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള നമ്മളുടെ ഓഫീസേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് എക്സ് സർവീസ് മാനിന്റെ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, മനസ്സിലായല്ലോ. സോ ഇതില് ചീഫ് ഡിഫൻസ് സ്റ്റാഫ് എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സിന്റെ ഹെഡാണ് അദ്ദേഹം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ചിന്തിച്ചുത്തരം പറയണം. ഇവിടെ നിങ്ങൾ ഈ സ്ട്രക്ചർ കണ്ടല്ലോ, കമാൻഡ് സ്ട്രക്ചർ കണ്ടല്ലോ. ഇതില് ഫസ്റ്റ് പ്രസിഡന്റ്, ദെൻ ക്യാബിനറ്റ് ഉണ്ട്, ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ട്, ദെൻ ഡിഫൻസ് സെക്രട്ടറി ഉണ്ട്. ഇതിൽ എന്തുകൊണ്ടാണ് ഡിഫൻസ് സെക്രട്ടറിയെ മാറ്റിയിട്ട്, ഡിഫൻസ് സെക്രട്ടറി എന്ന് പറയുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് എന്ന് പറയുന്ന നമ്മളുടെ ബഡ്ജറ്റുകൾ അലോക്കേറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ്. സോ അദ്ദേഹത്തെ മാറ്റിയിട്ട് എന്തുകൊണ്ടാണ് നമ്മളുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെ അവിടെ ഹെഡ് ചെയ്യാത്തത്? നാലാമത്തെ ഹൈറാർക്കി ആയിട്ട് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെ വെക്കാത്തത് എന്താണ്? അദ്ദേഹം അല്ലേ കുറച്ചും കൂടി എല്ലാ ട്രൈബ് സർവീസുകളിൽ നിന്നും, അതായത് നമ്മളുടെ ഈ നേവിയിൽ നിന്നും എയർഫോഴ്സിൽ നിന്നും ആർമിയിൽ നിന്നും ഉള്ളവരുടെ പ്രതിനിധിയായിട്ടാണ് ഇദ്ദേഹം ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സിൽ ജോലി ചെയ്യുന്നത്. ഈ 3 സർവീസുകളിൽ നിന്നുമാണ് നമ്മളുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെ തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, സോ അദ്ദേഹം അല്ലേ നാലാമത്തെ സ്ഥാനത്ത് വരേണ്ടത്? പിന്നെ ബ്യൂറോക്രാറ്റിക് ലെവലിലുള്ള ഒരാളെ പിടിച്ചെന്താണ് നാലാമത്തെ സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത്? സോ ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയതുകൊണ്ടാണ് അങ്ങനെ 4th സ്റ്റേജിൽ ഡിഫൻസ് സെക്രട്ടറി വെച്ചിരിക്കുന്നത്. കാരണം ഡിഫൻസിന്റെ സുപ്രീം പവർ നമ്മൾ ഒരിക്കലും മിലിറ്ററിക്ക് വിട്ടുകൊടുക്കില്ല. കാരണം എന്താണ്? മിലിറ്ററിക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇവര് മിലിറ്ററിയെ ആരെങ്കിലും ഹൈജാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ മിലിറ്ററിക്ക് ഒരു സുപ്രീം പവർ കിട്ടുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സോ നമ്മളുടെ ഡെമോക്രാറ്റിക് ഓർഡർ തകരും. നമുക്ക് എക്സാമ്പിൾ ഉണ്ട്, പാകിസ്ഥാനിൽ എന്താണ് പട്ടാള ഭരണങ്ങൾ ഇടക്കിടക്ക്. കാരണം അവിടെ ഒരു പ്രധാനമന്ത്രി പൂർണ്ണമായിട്ടൊരു കാലം ഭരിക്കേണ്ടത് 5 വർഷമെങ്കിൽ 5 വർഷം ഭരിക്കുന്നില്ല. ഇടക്കിടക്ക് മിലിറ്ററി കൂപ്സ് ഉണ്ടാകും. സോ മിലിറ്ററി അറ്റാക്ക് ചെയ്യും അല്ലെങ്കിൽ മിലിറ്ററി ഭരണം ഏറ്റെടുക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഡെമോക്രാറ്റിക് ഇന്ത്യയിൽ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈറാർക്കിക്കൽ ലെവലിൽ ഒരു ബ്യൂറോക്രാറ്റിക് ഓഫീസറിനെ വെച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ ഡിഫൻസ് സെക്രട്ടറി എങ്ങനെ അവിടെ വന്നു എന്ന് മനസ്സിലാവുന്നുണ്ടോ? സോ നമുക്ക് 2012 മുന്നേ വരെ ഡിഫൻസ് സെക്രട്ടറി ആയിരുന്നു എന്തുണ്ടായിരുന്നേ, ഹൈ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ ആയിട്ടുണ്ടായിരുന്നേ. അത് അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ അല്ലെങ്കിൽ പ്ലാനുകൾ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അത് ആര് പറഞ്ഞു? നമ്മളുടെ കാർഗിൽ റിവ്യൂ കമ്മിറ്റിയിൽ കെ സുബ്രഹ്മണ്യൻ റെക്കമെൻഡ് ചെയ്തു, നമുക്കൊരു ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് വേണം. കാരണം ഓക്കെ, നമ്മൾ സമ്മതിക്കുന്നു, നമ്മളുടെ സുപ്രീം നമ്മളുടെ ഡിഫൻസ് സെക്രട്ടറി അവിടെ ഉണ്ടായിക്കോട്ടെ, ബ്യൂറോക്രാറ്റിക് ലെവലിലുള്ള ഉദ്യോഗസ്ഥൻ ഉണ്ടായിക്കോട്ടെ. പക്ഷേ 3 സർവീസിന്റെയും പ്രതിനിധിയായിട്ട് ആര് വേണം? ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് വേണം എന്ന് റെക്കമെൻഡ് ചെയ്യുകയും പിന്നീടുള്ള പല കമ്മിറ്റികളുടെയും റെക്കമെൻഡേഷൻ പ്രകാരമാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഇന്ത്യയിലേക്ക് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഇന്ത്യയിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ഒരു ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിന്റെ എവല്യൂഷൻ. എനിക്ക് തോന്നുന്നു 2019 ആദ്യമായിട്ട് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. കറന്റ് അങ്ങനെ എക്സ്പയറിംഗ് പീരീഡ് ഒന്നുമില്ല. അതായത് 65 വയസ്സിന് മുന്നേ ആയിരിക്കണം ഇദ്ദേഹം എന്ത് ചെയ്യേണ്ടത്? 65 വയസ്സ് മുന്നേ ഇദ്ദേഹത്തെ അപ്പോയിന്റ്മെന്റ് ചെയ്യണം. 3 വർഷത്തെ കാലാവധിയാണ്. എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വരെ ചീഫ് ഓഫ് ഡിഫൻസിന്റെ കാര്യത്തിൽ നമുക്കുണ്ട്. ഓക്കെ ആണോ?